അത് മതി. സഞ്ജു അവൻ്റെ തോളിൽ കൈയിട്ടു. പിറ്റേ ദിവസം മിന്നു അജിത്തിൻ്റെ റൂമിൻ്റെ പരിസരത്ത് പോലും പോയില്ല. നഴ്സിംഗ് റൗണ്ട്സിൽ നിന്നും തന്ത്രപരമായി മാറി. എന്നാൽ സഞ്ജുവിനാണെങ്കിൽ അവളെ കാണാഞ്ഞിട്ട് ഒരിക്കപ്പുറതയും കിട്ടുന്നില്ല. അല്ല മിന്നു, നീ ഇങ്ങനെ അങ്ങോട്ട് പോകാതിരുന്നിട്ട് എന്താ കാര്യം? അപ്പോൾ അവർക്ക് മനസ്സിലാവില്ലേ നീ തന്നെയാ ജീവിടെന്ന്? പാടില്ല മോളെ തോൽക്കാൻ. ഇത് ഓർത്തവൾ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ നിന്നും എണീറ്റ് നോക്കിയതും തന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സഞ്ജുവിനെയാണ് കണ്ടത്. എന്താ ഇവിടെ? അതോ അജുവിൻ്റെ കൈക്കൊരു വേദന, അത് പറയാൻ വന്നതാ. എന്നിട്ടെന്താ വിളിക്കാതിരുന്നത്? അവിടെ ബെല്ലുണ്ടല്ലോ, അതിൽ പ്രസ് ചെയ്താൽ പോരെ? അപ്പോൾ നിന്നെ എങ്ങനെ കാണും കാന്താരി? എന്ത്? അതോ അവിടെ അങ്ങനെ ഒരു ബെല്ലിൻ്റെ കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞതാ. സഞ്ജു കണ്ണ് ചിമ്മി കാണിച്ചു. ഡാ കീർത്തു, നീ ഒന്ന് പോയി നോക്കടാ, എനിക്ക് ഇവിടെ കുറേ ഫയൽ എൻ്റർ ചെയ്യാനുണ്ട്. കീർത്തി അവിടെ ഇല്ല. കുറച്ച് നേരം മുമ്പ് ഒരു ട്രേ എടുത്ത് പോകുന്നത് കണ്ടു. അപ്പോൾ വന്നിട്ട് ഒത്തിരി നേരമായല്ലോ, കണ്ടകശനി കൊണ്ടേ പോകൂ. ഇതും പറഞ്ഞവൾ കസേരയിൽ നിന്ന് എണീറ്റ് അവൻ്റെ കൂടെ നടന്നു. അല്ല, അജുവേട്ടിൻ്റെ കയ്യിലേക്ക് ആനുല ഇന്നലെ മാറ്റിയതാണല്ലോ, പിന്നെ എങ്ങനാ? എനിക്കറിയില്ല. സഞ്ജു കൈമലർത്തി. മിന്നു അവനെ ഒന്ന് അടിമുടി നോക്കി റൂമിൽ കയറി ചിരിച്ചുകൊണ്ട് അവൻ പിറകെയും. അല്ല, ഇതാര്? ചീവിടോ? ചെന്ന പാടെ ഉണ്ണി തിരക്കി. ദേ ഉണ്ണിയേട്ടാ, ഞാൻ വല്ലതും പറയൂട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ആരുടെയും ചീവിടല്ലെന്ന്. ഓ, സമ്മതിച്ചു. ഈ ചീവിടനെ ഞാൻ ചീവിടെന്ന് വിളിക്കില്ല കേട്ടോ ചീവിടെ. ഉണ്ണി ചക്കുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അജുവേട്ടന് കൈക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞു. എവിടെയാ പെയിൻ? എനിക്കൊരു കുഴപ്പമില്ല പെങ്ങളെ. ഐ ആം കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ്. ഇന്ന് ഈവനിങ് ഡിസ്ചാർജ് ആണ്. ആഹാ, കൊള്ളാലോ, ആളങ്ങ് എനർജറ്റിക് ആയല്ലോ. അല്ല, ഞാൻ അറിഞ്ഞില്ലല്ലോ ഡിസ്ചാർജ് ആക്കിയത്. അതിന് ഡോക്ടറിൻ്റെ കൂടെ റൗണ്ട്സിന് വരണം. ഇന്ന് നിന്നെ കണ്ടില്ലല്ലോ. ചക്കു ദേഷ്യപ്പെട്ടു. അവൾക്ക് കുറേ പണിയുണ്ടടാ അവിടെ. ഇല്ലേ മിന്നു? ഉണ്ണി കളിയാക്കി. എന്നാ ഞാൻ പോട്ടെ, വെറുതെ വേദനയെന്നും പറഞ്ഞ് വിളിക്കല്ലേ. മിന്നു പതിയെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കി. മിന്നു പെയിൻ ഉണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്, ബട്ട് എനിക്കല്ല, ദേ ഈ സഞ്ജുവിനാണ്. അല്ലടാ? അജിത്ത് മുഖത്ത് സങ്കടം വരുത്തി. അതെ, മിന്നു പണ്ടത്തെ ആ കംപ്ലൈൻ്റ് ഇല്ലേ ഹാർട്ടിൻ്റെ, അത് പിന്നെ തുടങ്ങി ഇന്നലെ തൊട്ട്. സഞ്ജു ഇടം നെഞ്ചിൽ കൈവച്ചു. ഇത് 1 മന്ത് ഒന്നും പോരാ, കുറഞ്ഞത് 1 വർഷമെങ്കിലും വേണ്ടി വരും ട്രീറ്റ്മെൻറ്റ്. മിന്നു ഗൗരവമായി പറഞ്ഞു. നീ സമ്മതിച്ചാൽ നമുക്ക് ലൈഫ് ലോങ് ആക്കാവിടാ. അതായിരിക്കും ബെറ്റർ. ഞാൻ വേണേ ഇവിടെ നിന്ന് വിളിച്ച് ബുക്ക് ചെയ്യാം. മതിയോ ചക്കുവേട്ടാ? എടാ, നീ അതിന് ബുദ്ധിമുട്ടണ്ട. രജിസ്ട്രാറിനെ ഒക്കെ ഞാൻ വിളിച്ചോളാം. എന്തിന്? മിന്നു ഇടുപ്പിൽ കൈകുത്തി. നീ നിങ്ങളുടെ കല്യാണത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞേ? അയ്യടാ, എന്താ പൂതി. ഞാൻ ഇങ്ങനെ കുതിരവട്ടത്ത് കൊണ്ടുപോകുന്ന കാര്യമാണ് പറഞ്ഞേ. നീയുണ്ടെങ്കിൽ ഞാൻ എപ്പോഴേ റെഡിയാണ്. പോകാം നമുക്ക്. അവിടെ ഹണിമൂണും ആഘോഷിക്കാം. അയ്യേ, എന്ത് വൃത്തികെട്ട മനുഷ്യനാണിത്. നാണമില്ലടോ ഈ അതിനല്ല എന്ന് അവൻ മുഖം കൊണ്ട് കാണിച്ചു. ചക്കുവേട്ടൻ ഇങ്ങ് വന്നേ. മിന്നു കൈകൾ പിടിച്ച് റൂമിൽ നിന്നിറങ്ങി. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു അവളെ നോക്കി ചിരിക്കുന്ന സഞ്ജുവിനെ. എന്തിനാണെന്ന് മനസ്സിലാക്കാൻ അധികം നേരം വേണ്ടായിരുന്നു അവൾക്ക്. മനസ്സിലായില്ലേ, ആള് മാറി. സഞ്ജുവിൻ്റെ കയ്യിലാ പിടിച്ചേ. മിന്നു പെട്ടെന്ന് അവൻ്റെ കൈകൾ വിട്ട് അവളുടെ നെറ്റിയിലൊന്ന് കൊടുത്ത് ചക്കുവിനെ വലിച്ചു പുറത്തേക്ക് പോയി. സഞ്ജു അവളുടെ പോക്ക് നോക്കി നിന്നു. ചക്കുവേട്ടാ, നിങ്ങളുടെ ഫ്രണ്ടിനോട് മര്യാദയ്ക്കിരിക്കാൻ പറ. സഹിക്കുന്നാലും ഒരു പരിധിയുണ്ട്. ഇനി ഞാൻ വല്ലതും പറഞ്ഞു പോവും. മിന്നു കലിപ്പിലായി. ഇല്ല മിന്നു, നീ പേടിക്കണ്ട. ഇനി അവൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നം ഉണ്ടാകില്ല. അമ്മ അസത്യം പോരെ? എന്നാ ഓക്കെ. അതും പറഞ്ഞ് മിന്നു പോയി. എന്താടാ ചക്കു അവൾ പറഞ്ഞേ? നീ അവളെ മെരുക്കാൻ കുറച്ച് പാടുപെടും. അതൊക്കെ നമുക്ക് റെഡിയാക്കാടാ. ചക്കു അവനെ നോക്കി ചിരിച്ചു. ഈവനിങ് മിന്നുവിനെ എവിടെയും കാണാതെ തപ്പി നടക്കുമ്പോഴാണ് സഞ്ജു ആ കാഴ്ച കണ്ടത്. മിന്നു ഏതോ ഒരാളുമായിട്ട് തകർപ്പൻ സംസാരം. ആരാണതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സഞ്ജുവേട്ടാ എന്ന് പുറകിൽ നിന്ന് ആരോ വിളിക്കുന്നത് കേട്ടത്. നോക്കിയപ്പോൾ വാലുകൾ 2 എണ്ണം, അപ്പവും ശ്രീയും. ഒരു മയത്തിലൊക്കെ നോക്ക്, അത് ദഹിച്ചു പോകും. ശ്രീ ചിരിച്ചു. ഞാൻ ആരെയും നോക്കിയില്ലല്ലോ. സഞ്ജു നോട്ടം മാറ്റി. എന്തിനാ കുളക്കോഴി ഇങ്ങനെ നുണ പറയുന്നേ? അപ്പോൾ കളിയാക്കി ചോദിച്ചു. ഇതാരാ പറഞ്ഞേ? സഞ്ജു അതിശയത്തോടെ നോക്കി. അതാ നിൽക്കുന്ന ചീവിട തന്നെ. ശ്രീ മിന്നുവിനെ ചൂണ്ടി. സഞ്ജുവിൻ്റെ മുഖത്ത് വന്ന സന്തോഷം പെട്ടെന്ന് തന്നെ മാഞ്ഞു. ഇത് കണ്ട ശ്രീ, സഞ്ജുവേട്ടൻ പേടിക്കണ്ട, ആ നിൽക്കുന്ന ആള് നമ്മുടെ കീർത്തുവിൻ്റെ ഹസ്ബൻഡാണ്. അഭി സഞ്ജുവിൻ്റെ മുഖം വിടരുന്നത് കണ്ടു. അപ്പു ചിരിച്ചു. ഈ കുളക്കോഴിയെ കണ്ട അന്ന് തന്നെ മിന്നു ഞങ്ങളോടെല്ലാം പറഞ്ഞിരുന്നു. ബട്ട് ഇപ്പോഴും കാത്തിരിക്കുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഉണ്ണിയേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ ഒന്നും പേടിക്കേണ്ടെന്നേ. അവളുടെ മനസ്സിൽ ലവ് എന്ന കോൺസെപ്റ്റ് ഒന്നുമില്ല. പാറാണത്. നമുക്ക് പതിയെ മെൽറ്റ് ചെയ്യിക്കാന്നേ. ഞങ്ങളില്ലേ കൂടെ. ദേ ആ നിൽക്കുന്ന ചീവിടനെ ഈ കുളക്കോഴിക്ക് തന്നെ തന്നിരിക്കും. പോരെ?
ശ്രീ സഞ്ജുവിനെ നോക്കി. സത്യമാണോ നിങ്ങൾ കൂടെ നിൽക്കുമോ? പിന്നല്ലാതെ, ഇത്രയും നല്ല ബെറ്റർ ഹാഫിനെ അല്ലാതെ വേറെ ഏതാ ഞങ്ങളുടെ മിന്നുവിന് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുക? അപ്പു പറഞ്ഞു. ഇത് ഞങ്ങൾ സെറ്റാക്കി തരാന്നേ. ഇതും പറഞ്ഞ് ശ്രീയോ അപ്പുവും സഞ്ജുവിൻ്റെ കയ്യിൽ പിടിച്ച് വാക്ക് കൊടുത്തു. മിന്നു അവരുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് മൂവരും പെട്ടെന്ന് അകന്നു നിന്നു. എന്താ ഇവിടെ മൂന്നും കൂടെ ഒരു ചർച്ച? അതോ നിന്നെ വായ നോക്കാതെ വേറെ നല്ല പിള്ളേരെ നോക്കാൻ പറഞ്ഞതാ സഞ്ജു ചേട്ടനോട്? ശ്രീ സഞ്ജുവിൻ്റെ തോളിൽ കൈവച്ചു. അങ്ങനെ നല്ല നല്ല ബുദ്ധിയും പറഞ്ഞു കൊടുക്ക് കുളക്കോഴിക്ക്. അവസാനം സമ്മതിച്ചല്ലോ, അത് മതി എനിക്ക്. സഞ്ജു നെഞ്ചിൽ കൈവച്ചു. എന്ത് സമ്മതിച്ചു? നീ എൻ്റെ ചീവിട് തന്നെയാണ്. സഞ്ജു കൈ കെട്ടി അവളെ നോക്കി. അത് ഞാൻ ചീവിടൊന്നുമല്ല. എങ്കിൽ പിന്നെ കുളക്കോഴി എന്ന് പറഞ്ഞതോ? ഞാൻ അങ്ങനെ പറഞ്ഞോ? എനിക്കിത് ഓർമ്മയില്ല. മിന്നു കൈമലർത്തി. അത് അവിടെ നിൽക്കട്ടെ. മിന്നൂസ്, നീ വേണേ രക്ഷപ്പെട്ടോ, നിനക്കുള്ള പണി വരുന്നുണ്ട്. അപ്പു ചിരിച്ചു. എന്തു പണി? അപ്പു കണ്ണുകൊണ്ട് അങ്ങോട്ടേക്ക് കാണിച്ചു. ദാ നടന്നു വരുന്നു തേജസ്. ദൈവമേ, ഇപ്പോൾ എന്നെ കണ്ട പ്രശ്നമാണ്. എങ്ങോട്ടും ഓടാനും പറ്റില്ല. ഒരു വഴിയുണ്ട്. മിന്നു അപ്പുവിനെയും ശ്രേയയും സഞ്ജുവിനെയും അടുത്തു നിർത്തി അവിടെ പിറകിൽ ഒളിച്ചിരുന്നു. തേജസ് അത് വന്നപ്പോൾ അവർ ചിരി അടിച്ചു പിടിച്ച് പുഞ്ചിരിച്ചു. എന്നാൽ സഞ്ജുവിന് വലിയ ചിരിയില്ലായിരുന്നു. തേജസ് അവിടെയെല്ലാം കണ്ണോടിക്കുന്നത് കണ്ട് ശ്രീ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മിന്നുസേ, നിന്നെ ഇപ്പോൾ അവൻ്റെ മുന്നിൽ എത്തിച്ച അങ്ങേരെ എനിക്ക്. ആടി, നിനക്കല്ലേലും ഉമ്മ കളി ഇച്ചിരി കൂടുതലാണ്. അജുവേട്ടൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതും പറഞ്ഞ് സഞ്ജുവിൻ്റെ വലത് കൈക്കിടയിലൂടെ തലയിട്ട് മിന്നു പുറത്തേക്ക് നോക്കി. മറ്റേ കൈ അവൻ്റെ ഷർട്ടിലും പിടിച്ചിരുന്നു. ഇത് കണ്ട് അതിശയത്തോടെ നിൽക്കുകയാണ് സഞ്ജു. തേജസ് പോയെന്ന് അറിഞ്ഞതും ഇതെന്താ കിളിവാതിലോ, ഇത്രയും നേരം ഇവിടെ ഇല്ലായിരുന്നല്ലോ എന്നും പറഞ്ഞ് മിന്നു മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടു തന്നെ നോക്കുന്ന സഞ്ജുവിനെ. പെട്ടെന്ന് അവൾ തലയും കൈയും ആമ വലിക്കുന്ന പോലെ വലിച്ചെടുത്തു. എന്നിട്ട് സോറിയും പറഞ്ഞു. ഒന്നും അറിയാത്തതുപോലെ നിന്നു. അല്ലേലും നിങ്ങളുടെ ഫ്രണ്ടിന് എന്നെ കാണുമ്പോൾ എന്താ കയ്യിൽ പിടിച്ച് വലിക്കുന്നു, ഇപ്പോൾ കെട്ടിപ്പിടിക്കുന്നു, എന്താണ് ഉദ്ദേശം? ഇഷ്ടമാണെങ്കിൽ അങ്ങ് പറഞ്ഞൂടെ? അയ്യടാ, സ്നേഹിക്കാൻ പറ്റിയൊരു ചളുക്ക്. ഒരബദ്ധം പറ്റിപ്പോയി. അപ്പോഴേക്കും ഇങ്ങനെ. ഇതും പറഞ്ഞ് മിന്നു വിരൽ ചൂണ്ടി. അപ്പോഴേക്കും സഞ്ജു അവളുടെ വിരൽ പിടിച്ച് തിരിച്ചു. മൂത്തവരുടെ നേരെ കൈ ചൂണ്ടുന്നു. എനിക്ക് വേദനിക്കുന്നേ, ആ കൈ വിട് പ്ലീസ്. ഇനി ചൂണ്ടില്ല. അവൻ പെട്ടെന്ന് കൈവിട്ടു. എന്ത് കാട്ടുമാക്കാനാണിത്? എൻ്റെ കൈ. അപ്പോഴാണ് ഉണ്ണിയും അജിത്തും ചക്കുവും അങ്ങോട്ട് വന്നത്. മിന്നു അവിടെ നിന്ന് മാറി ഉണ്ണിയുടെ അടുത്ത് നിന്നു. എന്താ ചേട്ടാ, ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ തീരെ താല്പര്യമില്ലല്ലോ, മുഖത്ത് സങ്കടം പോലെ. ഇതും പറഞ്ഞ് മിന്നു ശ്രീയെ നോക്കി. അജുവും അവളെ നോക്കി. അവളുടെ മുഖത്തും അതേ വിഷമം കാണാമായിരുന്നു. മിന്നു എന്തായാലും ഒരു ദിവസം പോകട്ടെ. ആദ്യമായിട്ടാ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഇത്രയും സങ്കടത്തോടെ പോകുന്നത്. ഇനി നിങ്ങളൊക്കെ എന്നാ കാണുക? ഇവരെ കാണാത്തത് കൊണ്ടാണോ അതോ? ഇതും പറഞ്ഞ് സഞ്ജു ശ്രീയെ നോക്കി. ഇത് മനസ്സിലായി മിന്നു അജിത്ത് എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അജുവേട്ടൻ ഇങ്ങ് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അജുവേട്ടൻ ഇങ്ങ് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ കൂടെ വന്നാൽ എവിടെ നിന്നാണ് അടി വരിക എന്ന് പറയാൻ പറ്റില്ല. ഞാൻ വന്നാട്ടേ. വേണേ വന്നാൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല. എന്തായാലും പെങ്ങളെ വിളിച്ചതല്ലേ, വരാമെന്ന് പറഞ്ഞ് അവർ രണ്ടും കൂടി ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവൾ എന്തിനാ അജിച്ചേട്ടനെ വിളിച്ചോണ്ട് പോയേ? ശ്രീ അപ്പുവിനോട് തിരക്കി. അവളല്ലേ കൊണ്ടുപോയത്, അപ്പോൾ ദൈവത്തിനറിയാം. എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ അവന് ഹോസ്പിറ്റലിൽ നിന്നും പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞതുകൊണ്ട് വല്ല കാലും ഒടിച്ച് ഇവിടെ കിടത്താനാണോ? ചക്കു ഇടയിൽ കയറി. അങ്ങനെയൊന്നും പറയല്ലേ, ആ പെണ്ണിൻ്റെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഉണ്ണിയും ശരിവെച്ചു. എല്ലാവരും ആകാംക്ഷയോടെ അവർ പോയ സ്ഥലത്തേക്ക് നോക്കി നിന്നു. അതെ അജുവേട്ടാ, ഞാൻ എന്തിനാ വിളിച്ചതെന്നറിയോ? അത് നീ പറഞ്ഞാലല്ലേ അറിയൂ. എന്ത് ദുരന്തമാണ് കേട്ടാ. എന്നാൽ ഞാൻ പറയാം. ചേട്ടൻ സീരിയസ് ആയി കേൾക്കണം. ഞാൻ കോമഡി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല പറയാൻ പോകുന്നത്. നീ പറ, ഞാൻ കേൾക്കട്ടെ. അതെ, ചേട്ടനെ കണ്ടപ്പോൾ തൊട്ട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, ഊണും ഉറക്കത്തിലൊക്കെ നിങ്ങളാണ്. എൻ്റെ മിന്നൂസേ, നിന്നെ ഞാൻ പെങ്ങളായിട്ടാണ്, എനിക്കല്ല. തോക്കിക്കയറി വെടി വെക്കല്ലേ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കാണ്. പിന്നെ ഞാൻ പറയുന്നത് ചേട്ടൻ നല്ലൊരു ചോയ്സ് ആണെന്ന് എനിക്ക് തോന്നി. ഒരു പാവാണത്. ഇച്ചിരി പൊട്ടത്തരുണ്ടെന്നേ ഉള്ളൂ. ചേട്ടന് ഒത്തിരി ഇഷ്ടമാണ്. അല്ല, ആരാണെന്ന് പറഞ്ഞില്ല. ആരാണെന്ന് അറിയില്ലെങ്കിൽ വേണ്ടി നിങ്ങളുടെ കണ്ണും കളി ആരും കണ്ടില്ല എന്ന് കരുതരുത്. അതിനൊരു അവിഞ്ഞ ചിരി പാസ്സാക്കി കൊടുത്തു അവൻ. ഞാൻ അവളെ ഇങ്ങോട്ട് വിടാം. എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോ, തീരുമാനിച്ചോ. പിന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇപ്പോൾ പറയണം. അല്ലാതെ കള്ള കാമുകന്മാരെ പോലെ പകുതിക്ക് വെച്ച് നിർത്തി എൻ്റെ പെണ്ണിനെ അങ്ങനെ അറിയിച്ചാലുണ്ടല്ലോ. താല്പര്യമില്ലേ, ചാപ്റ്റർ നമുക്കിപ്പോൾ ക്ലോസ് ചെയ്യാം. നീ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്. ഇത് നീക്കി വെച്ചിട്ട് കാര്യമില്ല, ഞാൻ അവളോട് പറഞ്ഞേക്കാം. മിന്നു ഓടി വന്ന് ശ്രീയെ വിളിച്ചിട്ട്, എടി നിന്നെ അജിത്തേട്ടൻ വിളിക്കുന്നുണ്ട്. എന്തിനാടി? ശ്രീ തിരക്കി. ആവോ എനിക്കറിയില്ല, നീ പോയി നോക്ക്.
നിനക്ക് ഞാൻ വന്നിട്ട് തരാട്ടോ. എന്ത് കുരുത്തക്കേടാണോ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇതും പറഞ്ഞ് ശ്രീ അങ്ങോട്ട് നടന്നു. എന്താടി നീ അവിടെ പറഞ്ഞത്? ഉണ്ണി തിരക്കി. അതെ ഉണ്ണിയേട്ടാ, 2 ഇണക്കുരുവികൾ 1-2 ദിവസമായി 2 ചില്ലകളിലിരുന്ന് കണ്ണും കണ്ണും കാണിക്കുന്നു. അതൊരു ചില്ലയിലേക്ക് ആക്കാൻ പറ്റുമെന്ന് നോക്കിയതാ. എന്നിട്ട് ഒരു ചില്ലയിലായോ? ചക്ക് തിരക്കി. അത് റിസൾട്ട് വരുമ്പോൾ അറിയാം, മിന്നു പറഞ്ഞു. നിനക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ എന്ത് ശ്രദ്ധയാണ്. ഞാനിവിടേക്ക് ഒരു കൊല്ലമായി. എൻ്റെ കാര്യത്തിൽ ആ പൂതി അങ്ങ് മാറ്റി വെച്ചേക്ക്. നടക്കാത്ത കാര്യമാണ്. എൻ്റെ ഡാനിയലിന് അതൊക്കെ സങ്കടമാകും. അവളുടെ ഒരു ഡാനിയലും പുള്ളി കെട്ടി പിള്ളേരുമായി. എന്നിട്ട് അങ്ങേരെയും വായി നോക്കി ഇരിക്കുക. അപ്പു ടെററായി. എന്തിനാ അജിത്തേട്ടാ വിളിച്ചേ? അതോ, മിന്നു പറഞ്ഞു തനിക്കെന്നോട് അഗാധമായ പ്രേമമാണെന്ന്. സത്യമാണോ? അജിത്ത് ചിരിച്ചു. അത് പിന്നെ അവൾ വെറുതെ. അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാണേ. ശ്രീ വിക്കി കളിച്ചു. എന്ത് വ്യക്തമായില്ല. അജിത്ത് ചിരിച്ചു. ശ്രീ ഒന്ന് ദീർഘമായി ശ്വാസമെടുത്തു. എനിക്ക് അജിത്തേട്ടന് ഇഷ്ടമാണ്. പിന്നെ അജിത്തേട്ടന് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിപ്പോൾ തന്നെ വിട്ട് നമുക്ക് ഫ്രണ്ട്സ് ആകാം. ഇതും പറഞ്ഞ് ശ്രീ തിരിഞ്ഞു നടന്നു. ഒന്ന് നിന്നേ, അജിത്ത് പുറകിൽ നിന്നും വിളിച്ചു. ശ്രീ ധൈര്യമായി അജിത്തിനെ നോക്കി. അജിത്ത് ചിരിച്ചു കൊണ്ടുവന്നു. എടി പെണ്ണേ, ഈ അജിത്തിൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഈ ശ്രീകുട്ടിയായിരിക്കും. കായ്ക്ക് രണ്ടും വയ്യാത്തത് കൊണ്ട് കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. സോറി. ശ്രീ അതിന് ഒരു പുഞ്ചിരി നൽകി. എടീ, അവരെ കാണുന്നില്ലല്ലോ. മിന്നു വായിൽ വിരൽ വെച്ചുകൊണ്ട് ചോദിച്ചു. അതിന് നീ എന്തിനാടി ആ വിരൽ തിന്നുന്നേ? അപ്പോൾ ദേഷ്യപ്പെട്ടു. നിന്റെ ഈ സ്വഭാവം ഇതുവരെ മാറിയില്ലേ? കുഞ്ഞി പിള്ളേരെ പോലെ വായിലും കൈയിട്ട്. മിന്നു ഉണ്ണിയെ നീക്കി കൈ വായിൽ നിന്നും എടുത്തു. അപ്പോഴാണ് അജിത്തും ശ്രീയും അവിടുന്ന് വരുന്നത് കണ്ടത്. എടി, എന്താടി റിസൾട്ട്? മുഖത്ത് ചിരിയൊന്നും കാണുന്നില്ലല്ലോ. സെറ്റായില്ലേ? എനിക്ക് ഒരു ശവപ്പെട്ടിക്ക് ഓർഡർ കൊടുത്തേക്ക്. അത് ഞാൻ ഏറ്റു. സഞ്ജു ചിരിച്ചു. മോളെ, സെറ്റായി എന്നാ തോന്നേ. ശ്രീയെ നോക്കിയേ. മിന്നു അങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ടു ചിരിച്ചു കളിച്ച് വരുന്ന അവരെ. അപ്പൂസേ, സെറ്റായടാ എന്നും പറഞ്ഞ് അടുത്ത് നിന്ന സഞ്ജുവിനെ മിന്നു ആവേശത്തിൽ കെട്ടിപ്പിടിച്ചു. ഇത് കണ്ട് അപ്പൂസും കൂടെയുള്ളവരും മാത്രമല്ല, കുറുകി വന്ന ശ്രീയും അജിത്തും വരെ അന്തം വിട്ടു. പിന്നെ നമ്മുടെ ചെക്കൻ്റെ കാര്യം പറയണ്ടല്ലോ. പുള്ളിക്ക് അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളൂ. അപ്പൂസേ, സെറ്റായടാ എന്നും പറഞ്ഞ് അടുത്ത് നിന്ന സഞ്ജുവിനെ ആവേശത്തിൽ മിന്നു കെട്ടിപ്പിടിച്ചു. ഇത് കണ്ട് അപ്പൂസും കൂടെയുള്ളവരും മാത്രമല്ല, പിറകിൽ വന്ന ശ്രീയും അജിത്തും വരെ അന്തം വിട്ടു. പിന്നെ നമ്മുടെ ചെക്കൻ്റെ കാര്യം പറയണ്ടല്ലോ. പുള്ളിക്ക് അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളൂ. എന്താ അപ്പൂസേ, നിനക്ക് ഇത്രയും പെട്ടെന്ന് പൊക്കമൊക്കെ വെച്ചേ? അപ്പോൾ പിന്നെ ഞാനാരാ? പിറകിൽ നിന്നും ശബ്ദം കേട്ടതും മിന്നു കെട്ടിപ്പിടിച്ച ആളെ നോക്കി. ദൈവമേ, ദിസ് ഈസ് കൊലവറി, മിന്നു സ്വയം പറഞ്ഞു. സോറി, ഞാൻ അപ്പൂസാണെന്ന് കരുതി അറിയാതെ പറ്റിപ്പോയതാ. അവൾ സഞ്ജുവിനെ നോക്കി. എൻ്റെ മിന്നുസേ, കെട്ടിപ്പിടിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് മുഖമെങ്കിലും നോക്കണ്ടേ? ചക്കു ചിരിച്ചു. മിന്നു അപ്പുവിനെ നേരെ തിരിഞ്ഞ്, ഇത്രയും നേരം ഇവിടെ അല്ലായിരുന്നോ? പെട്ടെന്ന് എന്താടി അങ്ങോട്ട് പോയത്? ഞാനത് അവർ വരുന്നുണ്ടോ എന്ന് നോക്കാൻ. ഇപ്പം മനസ്സിലായോ ചക്കുവേട്ടാ, എന്താ കാര്യമെന്ന്? അപ്പോഴേക്കും ശ്രീയും മജുവും അങ്ങോട്ട് വന്നു. അല്ല, എന്താ ഇണക്കിളികളെ തീരുമാനം? ഒരു ചില്ലയിൽ ചേക്കേറിയോ? അതിന് ഇരുവരും പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചു. ഓ, എനിക്ക് ആശ്വാസമായി. അങ്ങനെ 2 എണ്ണത്തിനും ഓരോ പാർട്ട്ണറിനെ കിട്ടി. അയ്യടാ, ആ വെള്ളം എടുത്തങ്ങ് വാങ്ങി വെച്ചേരാ. ഇതൊക്കെ എൻ്റെ ഡാനിയൽ റെഡിക്ലിഫ് കേട്ടാലേ സങ്കടമാകും. അവളും അവളുടെ ഒരു ഡാനിയൽ റെഡിക്ലിഫും ഇനി അവങ്ങളുടെ പേര് മിണ്ടിയ. ശ്രീ ദേഷ്യപ്പെട്ടു. എന്നാ ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഇതും പറഞ്ഞ് ശ്രീയെ നോക്കി ഒന്ന് ഇളിച്ച് കാണിച്ചു. ആ ചിരിയിൽ എന്തോ പന്തേടുണ്ടല്ലോ ശ്രീ. അപ്പു ചെവിയിൽ പറഞ്ഞു. എന്തോ കുഴപ്പമുണ്ട് അപ്പൂ. അജുവേട്ടാ, ഇവിടെ ഒരാൾക്ക് രാത്രിയില്ലേ? ബാലൻസ് പറയാൻ സമ്മതിക്കാതെ ശ്രീ അവളുടെ വായ പൊത്തി. എന്നിട്ട് ചെവിയിൽ, പൊന്നു മോളെ, നാറ്റിക്കരുത്, ഇന്നൊന്നും സെറ്റായതേ ഉള്ളൂ. മിന്നു വായിൽ നിന്നും കൈപിടിച്ച്, എന്നാ ഇനി മേലാൽ എൻ്റെ ഡാനിയലിന് കുറ്റം പറയോ? ഏയ്, ഞാനങ്ങനെ ചെയ്യോ? ശരി. രാത്രിയിൽ എന്താടി? ചക്കു ആകാംക്ഷയോടെ ചോദിച്ചു. അത് കുട്ടികളോട് പറയാൻ പാടില്ല. ഞാൻ കുട്ടിയോ? അയ്യോ, സങ്കടമായോ? എടി പാവം ചക്കുവേട്ടൻ. ഞാൻ ചക്കുവേട്ടനോട് മാത്രം പറഞ്ഞിട്ട് വരാടാ. മിന്നു ശ്രീയെ നോക്കി. ശ്രീ അപ്പോഴേക്കും മിന്നുവിൻ്റെ കയ്യിൽ പിടിച്ചു. അപ്പുവിനെ വിളിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകാൻ നേരത്ത് അജിത്തിനെ നോക്കി വിളിക്കാമെന്നും പറഞ്ഞു. എന്നാലും എന്താടാ മിന്നു പറയാൻ ഉദ്ദേശിച്ചേ? ചക്കു ചിന്തയിലാണ്ടു. അതെനിക്ക് എങ്ങനെയാ അറിയാം? എടാ സഞ്ജു, നീ വണ്ടി എടുക്ക്, ഞങ്ങൾ എൻട്രൻസിൽ നിൽക്കുക. ഉണ്ണി ഇത് പറഞ്ഞിട്ടും സഞ്ജുവിനൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഉണ്ണി അവനെ ഒന്ന് തട്ടി. എന്താ മോനെ, എവിടെയാണ്? അതിന് അവൻ നാണം കലർന്ന പുഞ്ചിരി നൽകി. ഓ, ചെക്കൻ്റെ നാണം നോക്കിക്കേ. അവളൊക്കെ പോയിട്ട് നേരം കുറേ ആയി. നീ വണ്ടി എടുക്കും മോനെ. ചക്കു ഒരു ഈണത്തിൽ പറഞ്ഞു. അവർ പോയോ?
പോയടാ പോയി, ഇനി വീട്ടിൽ പോയിട്ട് വിളിക്കണം. നിനക്കൊക്കെ സെറ്റല്ലേ? എനിക്കിത് ഇങ്ങനെ വായി നോക്കാനേ പറ്റൂ. 2 കാമുകന്മാരും വരുന്നുണ്ടോ? അല്ലേ ഞങ്ങൾ പോകട്ടോ. ചക്കു ഇതും പറഞ്ഞ് നടന്നു. പിന്നെ അവരും വീട്ടിലേക്ക് പോയി. ഒരു ഓഫ് ഡേ കിടന്നുറങ്ങിയ മിന്നുവിനെ പതിവ് ചവിട്ടിലൂടെ ശ്രീ എഴുന്നേൽപ്പിച്ചു. എന്താണ് പിശാചേ, ഇന്ന് ഓഫല്ലേ? നീ ഇതെങ്ങോട്ട് പോവാ? അപ്പോൾ നീ മറന്നോ ഇന്ന് നമ്മൾ അജുവേട്ടനെ കാണാൻ പോകാമെന്ന് പറഞ്ഞത്? നീ പോയി റെഡിയാക്, സമയം 10 മണിയായി. ഞാനില്ലടാ ശ്രീ, അവിടെ ആണേ കുളക്കോഴി ഉണ്ടാവും. നിങ്ങൾ 2 ചെല്ല്. മിന്നു, നീ വരുന്നില്ല, ഞങ്ങളും പോകുന്നില്ല. അപ്പോൾ ഇടയിൽ കയറി. ശ്രീയുടെ മുഖം വാടി. പിന്നെ ഒരു രക്ഷയുമില്ലാതെ അവളും അവളുടെ കൂടെ പോയി. ത്രിമൂർത്തികൾ ചെല്ലുമ്പോൾ കുളക്കോഴി മുന്നിൽ തന്നെ ഇരുന്ന് ഫോണിൽ കളിക്കുന്നുണ്ടായിരുന്നു. ചിക്കൻ കൊള്ളാലോ, കാണാൻ ചന്തൊക്കെയുണ്ട്, മിന്നു സ്വയം പറഞ്ഞു. ഇവരെ കണ്ടതും സഞ്ജു എണീറ്റു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ആയിപ്പോയല്ലോ വരവ്. സഞ്ജു അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു. പിന്നെ മുന്നറിയിപ്പൊക്കെ തന്നു വരാൻ. ഇതെന്താ പ്രധാനമന്ത്രിയുടെ ഹെഡ് ക്വാർട്ടേഴ്സോ? മിന്നു അവനെ ഒന്ന് നോക്കി പുച്ഛിച്ചു. മിന്നു അപ്പോൾ അവളുടെ കയ്യിൽ പിച്ചി. ഇങ്ങോട്ട് വരാൻ എന്തിനാ മുന്നറിയിപ്പൊക്കെ? ഞങ്ങൾ പേഷ്യൻറ്റിനെ കാണാൻ വന്നതാ. ശ്രീ അതും പറഞ്ഞ് ഉള്ളിലേക്ക് കയറി. പേഷ്യൻ്റോ? അജുവേട്ടനെ ആ ശ്രീ ഉദ്ദേശിച്ചേ. പിന്നെ അവിടെ ഒരു ബഹളമായിരുന്നു. ഇതിനിടയിൽ സഞ്ജു ചായ ഇടാൻ പോയപ്പോൾ ശ്രീ അവനെ അവിടെ ഇരുത്തി. സഞ്ജുട്ടാ, മിന്നു നല്ല അടിപൊളിയായിട്ട് ചായ വെക്കും. അവളുണ്ടാക്കും അല്ലേ മിന്നു? ഞാനോ? ചായ ഇടാനോ? ആ, നീ തന്നെ. ശ്രീ മറുപടി നൽകി. അപ്പുവിനെ നോക്കിയപ്പോൾ പോയി ഉണ്ടാക്കടി എന്ന് മുഖം കൊണ്ട് കാണിച്ചു. മിന്നു നേരെ കിച്ചണിലേക്ക് ഓടി. എൻ്റെ ദൈവമേ, ചായക്ക് ചായപ്പൊടിയാണോ കാപ്പിപ്പൊടിയാണോ എന്നറിയാത്ത എന്നോട് തന്നെ വേണോ ഈ ചതി? ഇനി എന്ത് ചെയ്യുവോ എന്തോ. ഡീ ശ്രീ, നിനക്ക് ഞാൻ ചായ തരാടി. മിന്നു എന്തൊക്കെയോ പിറുപിറുത്തു കൊണ്ടിരുന്നു. ഡീ ചീവിയുടെ ആ സൗണ്ട് ബോക്സ് കുറച്ചു നേരം ഓഫാക്കി വെക്ക്, ഇല്ലേ അടിച്ചു പോകും. സഞ്ജു ചിരിച്ചു. അതിന് ഇയാൾ ബുദ്ധിമുട്ടണ്ട, ഞാൻ നോക്കിക്കോളാം. പിന്നെ എന്നെ ചീവിയുടെ എന്ന് വിളിച്ചേക്കരുത്, ഞാൻ ചീവിയുടെയൊന്നുമല്ല. എൻ്റെ ദൈവമേ, ഇതിനെയും കൊണ്ട് ഞാൻ കുറച്ച് പാടുപെടും. ഇവളെ സഹായിക്കാൻ വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ, സഞ്ജു സ്വയം പറഞ്ഞു. ഞാൻ വല്ല ഹെൽപ്പും ചെയ്യണോ? പിന്നെ ഒരു ചായ ഉണ്ടാക്കാൻ എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട, ഒന്ന് പോയി തരുമോ? എന്നാ ഓക്കെ, ഞാൻ പോവാ. മിന്നു പഞ്ചസാര പാത്രമെടുത്ത് തിരിഞ്ഞതും സഞ്ജു അവളുടെ കയ്യിൽ പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. എന്നിട്ട് അവൻ്റെ കൈകൾ രണ്ടും അവളുടെ ഇരുവശത്തും വെച്ചു. അവൾ പേടിച്ചു പോയിരുന്നു. എന്തായി കാണിക്കുന്നേ? മാറി നിൽക്ക്. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് പൊയ്ക്കോളാം. ആ, എന്താ ചോദിക്ക്. മിന്നു ചെറുതായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീ തന്നെയല്ലേ എൻ്റെ ചീവീട്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അല്ല, ഞാനൊന്നുമല്ല. അതും പറഞ്ഞ് അവൾ കുനിഞ്ഞു മാറാൻ നോക്കി. എന്നാൽ അവൻ ഒന്നുകൂടെ പിടിച്ച് അതിനുള്ളിലാക്കി കുറച്ചുകൂടെ ചേർന്ന് നിന്നു. ഇപ്പോൾ മിന്നു നല്ലതുപോലെ വിയർക്കാൻ തുടങ്ങി. എന്നെ വിട്, എനിക്ക് പോകണം. ഞാൻ വിടില്ല എന്ന് പറഞ്ഞില്ല. ഞാൻ ചോദിച്ചതിന് സത്യം പറയണം, എന്നാ വിടാം. ഞാനല്ല. സഞ്ജു കുറച്ചുകൂടെ അടുത്തേക്ക് വന്നതും അവൾ മുഖത്ത് കൈവച്ചു. ഞാൻ തന്നെയാ. കുറച്ച് കഴിഞ്ഞിട്ടും ഒരനക്കവുമില്ലാതെ അവൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവൻ നിന്നിടത്ത് ഒരു ഈച്ച പോലും ഇല്ല. ദൈവമേ, ഇങ്ങേരിത് എന്ത് ഭാവിച്ചാ? ശരിക്കാണല്ലോ ഒന്ന് അനങ്ങാൻ കൂടി പറ്റുന്നില്ല. പിന്നെ ശ്വാസം എടുത്ത് വലിച്ചു. പിന്നെ ട്രേയുമായി ഹാളിൽ ചെന്നു. എല്ലാവർക്കും കൊടുത്തു. ശ്രീക്ക് പ്രത്യേകിച്ച് വേറെ ക്ലാസ്സിൽ നൽകി. അപ്പോൾ ശ്രീയുടെ വക ഒരു കമൻറ്റ്. പെണ്ണിനെ ഇഷ്ടമായ പറയണ സഞ്ജുവേട്ടാ. അത്രയ്ക്ക് പോരെ ശ്രീ. സഞ്ജു ചിരിച്ചു. ശ്രീ ഒരു സിപ്പ് കുടിച്ചതേ ഓർമ്മയുള്ളൂ. അവൾ വാഷ് ബേസിൻ്റെ അങ്ങോട്ടേക്ക് ഓടി. എല്ലാവരും എന്ന മട്ടിൽ നോക്കി. ശ്രീയാണേ വായിൽ വെള്ളം ഒഴിച്ചു കഴുകുന്നുണ്ടായിരുന്നു. മിന്നുവാണേ ഉണ്ണിയെ തല്ലി തല്ലി ചിരിക്കുന്നു. ശ്രീ അവളെ തല്ലാൻ വന്നപ്പോഴേക്കും അവളോടി. അവസാനം അപ്പുവിൻ്റെ ചീത്ത കേട്ടപ്പോൾ രണ്ടും ഒതുങ്ങി. നിനക്ക് ഞാൻ ചായ വെച്ച് തന്നില്ലേ, പിന്നെ എന്തിനാടി ഓടിക്കുന്നേ? എടി പട്ടി, നിന്നോട് ആരാടി അതിൽ ഉപ്പിടാൻ പറഞ്ഞേ? അപ്പോഴാണ് എല്ലാവർക്കും അവർ ഓടിയ കാര്യം മനസ്സിലായത്. എടാ സഞ്ജു, ഒരു ചായ വെക്കാൻ പറഞ്ഞതിന് ചായയിൽ ഉപ്പിട്ടു. ഇപ്പോൾ നീ എങ്ങാനും അവളെ കെട്ടിയാ അവൾ വല്ല വിഷവും കലക്കി തരുവാടാ. ചക്കു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട് കുടിച്ച ചായ സഞ്ജുവിൻ്റെ ശിരസിൽ കയറി. ഇതുകൊണ്ട് ചക്കു ചിരിച്ചുകൊണ്ട് അവൻ്റെ തലയിൽ കൊട്ടി. പേടിക്കണ്ട, നമ്മുടെ മിന്നു അല്ലേ, അങ്ങ് ക്ഷമിച്ചേക്ക്. ചക്കു പിന്നെയും ചിരിച്ചു. കുറേ നേരത്തെ കത്തേടിക്ക് ശേഷം മൂവർ സംഘം അവിടെ നിന്നിറങ്ങി. ഒരു ദിവസം ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തു നിൽക്കുമ്പോഴാണ് അപ്പു സഞ്ജുവിനെ കണ്ടത്. അവൾ അവനെ വിളിച്ചു. എന്താ ഇവിടെ നിൽക്കുന്നേ? വാലുകൾ എന്തേ? സഞ്ജു തിരക്കി. ഒന്ന് അജുവേട്ടനെ കൊണ്ട് ചെക്കപ്പിന് പോയി, മറ്റേത് തേജസിൻ്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടാക്കുമെന്ന് പറഞ്ഞ് ദോ അവിടെ നിൽക്കുന്നു. സഞ്ജു നോക്കിയപ്പോൾ കണ്ടു തേജസും മിന്നുവും ചിരിച്ച് കത്തിയടിക്കുന്നു. സഞ്ജു ആണെങ്കിൽ ടെൻഷനോടെ നഖം കടിക്കാൻ തുടങ്ങി. അയ്യേ, ഇതെന്താ കാണിക്കുന്നേ? അതെനിക്ക് ടെൻഷൻ കയറിയ എങ്ങനെയാ? ബെസ്റ്റ്, രണ്ടും കണക്കാണല്ലോ. നീ അത് വിട്. അവരെങ്ങനെ സെറ്റും ആകുമോടി? എനിക്കറിയില്ല. പോടി, നീ അല്ലേടി സെറ്റാക്കാന്ന് പറഞ്ഞേ. പേടിക്കാതെ നമുക്ക് നോക്കാം. ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് വരാം.
സഞ്ജു അപ്പുവിനോട് പറഞ്ഞ് മിന്നുവിൻ്റെ അടുത്തേക്ക് നീങ്ങി. അപ്പോഴാണ് ശ്രീയും അജുവും അവിടെ നിന്ന് വരുന്നത് കണ്ടത്. അപ്പു അവരെ കൈ കാണിച്ചു. അപ്പോൾ മിന്നു എന്ന് സഞ്ജുവിൻ്റെ അലർച്ച കേട്ടത്. അങ്ങോട്ടേക്ക് നോക്കിയ മൂവരും ആ കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ചു നിന്നു. എന്താന്ന് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? എനിക്കൊന്നും പിടിയിട്ടില്ല. എന്നാൽ നമുക്ക് ഈ ഭാഗത്തെ ഒളിച്ചുനോട്ടം നിർത്തി മിന്നുവിൻ്റെയും തേജസിൻ്റെയും അടുത്തെല്ലാം. എവരിബഡി ചലോ, കൂടെ പോരണേ. തേജസിന് കൈയും കൊടുത്ത് തിരിഞ്ഞ് അപ്പുവിൻ്റെ അടുത്തേക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് സഞ്ജു ഏട്ടൻ്റെ ഒരു വിളി. മിന്നു, ഇങ്ങനെന്തിനാ ഈ കാറിനെ? ഞാൻ അങ്ങോട്ട് വരുമല്ലേ എന്ന് വിചാരിച്ചൊന്ന് ഇടത്തേക്ക് നോക്കിയപ്പോൾ ഒരു കാറ് തൻ്റെ അടുത്ത്. വിറച്ചിട്ട് കാല് മുന്നോട്ടോ പിന്നോട്ടോ വയ്ക്കാൻ പറ്റുന്നില്ല. കണ്ണിലെല്ലാം ഇരുട്ട് കയറുന്ന പോലെ. പെട്ടെന്നാണ് ആരോ തന്നെ വന്ന് പൊതിഞ്ഞ് മറുഭാഗത്തേക്ക് എന്നെ കൊണ്ട് വീഴുന്നത്. ആ മുഖത്ത് നോക്കിയപ്പോൾ കണ്ടു വെപ്രാളത്തോടെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന സഞ്ജു ഏട്ടനെ. എന്നാൽ കണ്ണിൽ വീണ്ടും ഇരുട്ട് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. തേജസിന് കൈയും കൊടുത്ത് തിരിഞ്ഞ് അപ്പുവിൻ്റെ അടുത്തേക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് സഞ്ജു ഏട്ടൻ്റെ ഒരു വിളി. ഇങ്ങേരത് എന്തിനാ ഈ കാറിനെ? ഞാൻ അങ്ങോട്ട് വരുമല്ലേ എന്നും വിചാരിച്ച് ഒന്നിടത്തേക്ക് നോക്കിയപ്പോൾ ഒരു കാറ് തൻ്റെ അടുത്ത്. വിറച്ചിട്ട് കാല് മുന്നോട്ടോ പിന്നോട്ടോ വയ്ക്കാൻ പറ്റുന്നില്ല. കണ്ണിലെല്ലാം ഇരുട്ട് കയറുന്നത് പോലെ. പെട്ടെന്നാണ് ആരോ തന്നെ വന്ന് പൊതിഞ്ഞ് മറുഭാഗത്തേക്ക് എന്നെയും കൊണ്ട് വീഴുന്നത്. ആ മുഖത്ത് നോക്കിയപ്പോൾ കണ്ടു വെപ്രാളത്തോടെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നോക്കുന്ന കൊളക്കോഴിയെ. എന്നാൽ കണ്ണിൽ വീണ്ടും ഇരുട്ട് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. മിന്നു കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ചുറ്റും ഒരു മഞ്ഞ് പോലെ തോന്നി. ദൈവമേ, ഞാൻ ചത്തോ? ഇപ്പം സ്വർഗത്തിലോ അതോ നരകത്തിലോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അവൾ തലയിൽ കൈവച്ചു. നീ നരകത്തിൽ തന്നെ അടി. നിന്നെയൊക്കെ സ്വർഗത്തിൽ കയറ്റിയാൽ കർത്താവ് പെട്ടുപോകും, ശ്രീ ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോൾ ഞാൻ മരിച്ചില്ലേ? മിന്നു കണ്ണ് രണ്ട് തിരുമ്മിക്കൊണ്ട് നോക്കിയതും മുന്നിൽ കൈകൾ രണ്ടും കെട്ടി രൂക്ഷമായി നോക്കുന്ന സഞ്ജുവിനെയാണ്. അവളവനെ പല്ലടിച്ച് കാണിച്ചു. അതിന് മറുപടി എന്നായി അവൻ ബെഡിൻ്റെ കമ്പിക്കടിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ മുഖം തിരിച്ച് ബാക്കിയുള്ളവരെ നോക്കി. ശ്രീയെ അപ്പുവിനെ നോക്കിയ മിന്നുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. കരങ്ങി രണ്ടിൻ്റെയും കണ്ണുകൾ വീങ്ങിയിരിക്കുന്നു. ഇപ്പുറത്ത് എന്നാൽ രൂക്ഷഭാവത്തിന് ഒരു മാറ്റമില്ല. നോക്കിയപ്പോൾ ചക്കു, ഉണ്ണിയും അജുവും കലിപ്പ് മൂഡ് ഓണാക്കിയിരിക്കുകയാണ്. എൻ്റെ ഈശ്വരാ, എല്ലാവരും കലിപ്പിലാണല്ലോ. എപ്പോഴാണ് പൊട്ടുന്നേ? റോഡ് ക്രോസ് ചെയ്തപ്പോൾ അറിയാതെ ഒന്ന് വണ്ടിയുടെ അടിയിൽ പെടാൻ പോയി. ആ ഒരു ചെറിയ തെറ്റല്ലേ ഞാൻ ചെയ്തോളൂ. അതിനാണ് ഇവർ എന്നോട്. മിന്നു ഇത് മനസ്സിലാണ് പറഞ്ഞതെങ്കിൽ ഒരു ഫ്ലോയിൽ വായിലൂടെ വീണുപോയി. ആർക്ക് വായുവിളെ വാങ്ങാനടി? നീ വണ്ടി നോക്കാതെ റോഡ് ക്രോസ് ചെയ്തേ? സഞ്ജു ദേഷ്യത്തോടെ ചോദിച്ചതും മിന്നു ഒന്ന് ഞെട്ടി. അതിൻ്റെ ഫലമായി കണ്ണ് രണ്ട് നിറഞ്ഞു തുളുമ്പാറായി. അവൾ ചുണ്ടു പിളർത്തി അവനെ നോക്കി. നിന്നോടല്ലേ ചോദിച്ചത്? ഇപ്പുറത്തു നിന്നും അപ്പുവും തുടങ്ങി. പിന്നെ പറയണ്ടല്ലോ. ഓരോ ഭാഗത്തു നിന്നും മിന്നുവിനെ നല്ലതുപോലെ കേൾക്കാൻ തുടങ്ങി. മിന്നുവാണേ കണ്ണു നിറച്ച് എല്ലാവരെയും നോക്കുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ എല്ലാവരും മത്സരിച്ച് ചീത്തയാണ്. അവസാനം മിന്നു അവളുടെ കൈകൾ കൊണ്ട് ചെവി രണ്ടും പൊത്തി. എൻ്റെ ഈശ്വരാ, എല്ലാവരും നല്ലതുപോലെ പേടിച്ചു പോയിട്ടുണ്ട്. ഞാൻ എന്താ പറയാ? മിന്നു സ്വയം പറഞ്ഞു. നിന്നോടല്ലേടി ചോദിച്ചേ എന്നും പറഞ്ഞ് ശ്രീ മിന്നുവിൻ്റെ പൊത്തിപ്പിടിച്ച കൈകൾ അടർത്തി മാറ്റി. എടാ, അത് ഞാൻ സന്തോഷ വാർത്ത പറയാൻ വേണ്ടി. ഇതിന് മാത്രം എന്താ സന്തോഷാടി? അപ്പോൾ അവളെ നോക്കി. അപ്പോഴാണ് ഡോർ തുറന്ന് തേജസ് അകത്തേക്ക് വന്നത്. ഞാൻ പറയാം എന്താണ് ഇത്ര സന്തോഷം ഉണ്ടാക്കിയതെന്ന്. കേട്ടോ, തേജസ് പറയും. ഇത് പറഞ്ഞ് മിന്നുവിന് പെട്ടെന്ന് തലയിൽ ബൾബ് കത്തിയത്. അല്ല തേജസേട്ട എന്താ പറഞ്ഞേ? മിന്നു അന്തം വിട്ടുപോയി. എല്ലാവരും ഞെട്ടി തന്നെ നോക്കുന്നത് കണ്ട് തേജസ് ചിരിച്ചുകൊണ്ട് മിന്നുവിൻ്റെ അടുത്തേക്ക് വന്നു. മിന്നുവിന് മനസ്സിലായില്ലേ? മലയാളം അറിയില്ലേ? നമ്മളിൽ ആരാ ഇപ്പോൾ മലയാളം സംസാരിക്കുന്നേ? ശ്രീയും അപ്പവും വായും പൊളിച്ച് നിൽക്കുവാണ്. നിനക്കെന്താ മിന്നു, ചെവി കേൾക്കാതെയായോ? അല്ല, അപ്പോൾ ഇത്രയും നാൾ നമ്മൾ പറഞ്ഞതൊക്കെ ഇങ്ങർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അല്ലേ? ശ്രീ അപ്പുവിനോടാണ് പറഞ്ഞതെങ്കിലും അല്പം ഉറക്കെയായിപ്പോയി. പിന്നല്ലാതെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്താ എന്നോട് ആദ്യം പറയാതിരുന്നേ? മിന്നു ഇടയിൽ കയറി. ഇനി ഞാൻ പറയാതിരിക്കുന്നില്ല. മിന്നു, നിന്റെ ചേട്ടനില്ലേ, അവനാണ് എന്നോട് പറഞ്ഞത് എൻ്റെ പെങ്ങളും കൂട്ടുകാരും ഇങ്ങോട്ട് വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. മനുവേട്ടനെ എങ്ങനെ അറിയാം? മനു എറണാകുളത്ത് പഠിക്കാൻ വന്നപ്പോൾ നിന്ന ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റ് ഞങ്ങളുടെയായിരുന്നു. ഞാനും അമ്മയും അവിടെയായിരുന്നു. മനുവും ഞാനും അന്നോട്ട് നല്ല കമ്പനി ആണ്. എൻ്റെ അമ്മയാണ് അവൻ എന്നും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറ്. അല്ല, അവൻ സ്ഥിരം വീട്ടിലായിരുന്നു എന്നതാണ് സത്യം. കണ്ണേട്ടൻ മിന്നു ഞെട്ടലോടെ പറഞ്ഞു. അപ്പോൾ കാന്താരിക്കെന്നെ മനസ്സിലായല്ലോ. അവൻ എന്നെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? അല്ല, കണ്ണേട്ടനെ കുറിച്ചല്ല, കൂടുതലും ചേട്ടൻ്റെ അമ്മയെക്കുറിച്ചാണ് പറയാറ്. ദേവി ആൻറ്റിയുടെ ഫുഡിനെ കുറിച്ച്. സഞ്ജു ഏട്ടൻ പറഞ്ഞ വാക്ക് മാറ്റിയാൽ എന്തേലും പറയുമോ? അപ്പോൾ സഞ്ജുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. എന്താടാ? അവൻ മിന്നുവിനെയും തേജസിനെയും നോക്കുന്നതിനിടയിൽ ചോദിച്ചു. അതെ, ആ നിൽക്കുന്ന തേജസിനെ വേണ്ടെന്ന് അവളെ പറഞ്ഞത് മലയാളി അല്ല എന്ന ഒറ്റ കാരണത്തിലാണ്. ഇതിപ്പോൾ ചെറിയൊരു പേടി, അതാ. അപ്പോൾ അവനെ നോക്കി ഒന്ന് എളിച്ച് കാണിച്ചു. എടാ, അവൾ പറഞ്ഞത് കാര്യമാണ്. നീ അവരെ ഒന്ന് നോക്കിക്കേ, അവൾ എത്ര സന്തോഷത്തിലാ നോക്കിക്കേ.
പിന്നെ രണ്ടും നല്ല മാച്ചാണല്ലേ. അപ്പു ഇത് പറഞ്ഞതും സഞ്ജു ചക്കുവിൻ്റെ കോലിന് ഒരു ചവിട്ടി. കരച്ചിൽ പുറത്ത് വരാതിരിക്കാൻ വായ പൊത്തി പിടിച്ചു. അപ്പോഴേക്കും തേജസ് മിന്നുവിൻ്റെ പൾസ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട സഞ്ജു ചക്കുവിൻ്റെ കൈ പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. ചക്കുവാണെ വാ അടച്ചു പിടിക്കുന്നുണ്ട്. എന്നാൽ വേദന കൊണ്ട് കണ്ണിൽ നിന്ന് ഒഴുകുന്നത് തടയാൻ കഴിയുന്നില്ല. അവൻ അവളുടെ രണ്ട് കണ്ണും നോക്കി. ഓൾറൈറ്റ് ആട്ടോ അതും പറഞ്ഞ് കവളിൽ തട്ടി. അപ്പോഴേക്കും സഞ്ജുവിൻ്റെ കയ്യിൽ നിന്നും ചക്കു കൈപിടിച്ചു. എന്നാലും ഒരു ബോഡി ചെക്കപ്പ് ചെയ്തേക്കാം. അയ്യോ അതൊന്നും വേണ്ടെന്നേ, നോക്കിക്കേ എനിക്ക് ഒരു കുഴപ്പമില്ല. അത് സാരമില്ല, എന്തായാലും ആനുവൽ ചെക്കപ്പ് എല്ലാ സ്റ്റാഫിനുള്ളതാണ്, എന്നാ ചെയ്യാം. അല്ല അപ്പോൾ എന്നെ പ്രൊപ്പോസ് ചെയ്തത് പറ്റിക്കാനായിരുന്നല്ലേ? ഇതൊക്കെ നേരത്തെ പറയണ്ടേ, ചുമ്മാ ടെൻഷൻ അടുപ്പിക്കാനായിട്ട്. അത് ഞാനും കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. തേജസ് മറുപടി പറഞ്ഞപ്പോൾ മിന്നുവിൻ്റെ ചിരി മെല്ലെ മാഞ്ഞു. എന്തായാലും സാരമില്ല, കല്യാണമൊക്കെ ഉറപ്പിച്ചില്ലേ, ഞാനും എന്തായാലും ബിരിയാണി കഴിക്കാൻ ആദ്യത്തെ പന്തിക്ക് തന്നെ ഉണ്ടാകും. ആരുടെ കല്യാണം? അപ്പോൾ കണ്ണേട്ടനല്ലേ പറഞ്ഞേ കല്യാണം ഉറപ്പിച്ചു എന്ന്. എന്നിട്ടിപ്പോൾ അത് ഞാൻ ചുമ്മാ ഒരു കള്ളം പറഞ്ഞതല്ലേ. അതിന് നീ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കുമെന്ന് ഞാനും കരുതിയില്ല. തേജസ് നെഞ്ചത്ത് കൈവച്ചു. അതൊക്കെ പോട്ടെ, ഈ അജിത്ത് എപ്പോഴാ നിന്റെ ചേട്ടനായേ? ഉണ്ണിയാണെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. അവനെക്കുറിച്ച് മനു എപ്പോഴും പറയാറുണ്ട്. അവൻ ഉണ്ണിയെ നോക്കി ചിരിച്ചു. ഉണ്ണിയും ചിരിച്ചു. തേജസിൻ്റെ ചോദ്യം കേട്ട് മിന്നു കണ്ണടച്ചവൻ്റെ കയ്യിൽ പിടിച്ചു. ഇത് കാരാണെന്ന് കരുതി ഞാൻ പറയുക. ദൈവത്തെ ഓർത്ത് ഈ ആക്സിഡൻറ്റിൻ്റെ കാര്യം ഏട്ടനോട് പറയരുത്. ഇതറിഞ്ഞാൽ ഏട്ടനോ അപ്പനും നാളെ തന്നെ വന്ന് എന്നെയും കൊണ്ട് ഇവിടുന്ന് പോവും. കുറച്ച് കഷ്ടപ്പെട്ടാ ഇങ്ങോട്ട് പോകുന്നത് തന്നെ. ഇതും പറഞ്ഞ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തേജസ് കൈയും കെട്ടി മുന്നിൽ നിൽക്കുന്നു. പിന്നെ ഇതാരുടെയാ എന്ന് നോക്കിയപ്പോൾ തന്നെ നോക്കാതെ വേറെ എങ്ങോട്ടാ നോക്കി നിൽക്കുവാണ് സഞ്ജു. അവൻ്റെ വലത് കൈയിലാണ് മിന്നു പിടിച്ചിരിക്കുന്നത്. മിന്നുവും തേജസും പിന്നെ എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ തൻ്റെ കൈ വിടാത്തത് എന്തെന്ന് ഓർത്ത് അവളെ നോക്കി. എന്നാൽ അവൾ നോക്കുന്നു പോലുമില്ല. സഞ്ജു പെട്ടെന്ന് കൈവലിക്കാൻ നോക്കി. പക്ഷേ അവൾ ആ പിടി വിടില്ല. സഞ്ജു അതിശയത്തോടെ അവളെ നോക്കി. എല്ലാവരും അവളെ തന്നെ നോക്കുമായിരുന്നു. നീ എന്തായാലും 2 ദിവസം ലീവ് എടുത്തോ. അയ്യോ വേണ്ട കണ്ണേട്ടാ, എന്നെ നോക്കിക്കേ, ഞാൻ ഓൾറൈറ്റ് ആണ്. നാളെങ്കിലും ഡ്യൂട്ടി എടുത്തോളാം. അതൊന്നും ശരിയാവില്ല. നീ എന്തായാലും 2 ദിവസം റെസ്റ്റ് എടുക്ക്. അതോ എനിക്ക് ഇവരില്ലാതെ വീട്ടിൽ ഒറ്റയ്ക്കിരുന്നാൽ ബോറടിക്കും, അതുകൊണ്ടാ. എന്നാൽ ആ ലീവ് ഈ മന്ത് ലാസ്റ്റിലോട്ട് തന്നാൽ എനിക്ക് 4 ദിവസത്തേക്ക് വീട്ടിൽ പോകാമായിരുന്നു. അതെ, മെഡിക്കൽ ലീവ് നിനക്ക് റെസ്റ്റ് എടുക്കാൻ തരുന്നത്, അല്ലാതെ ടൂറ് പോകാൻ തരുന്നതല്ല. തേജസ് കളിയാക്കി. എന്നാലും ഞാൻ ഒറ്റയ്ക്ക്. മിന്നുവിനെ മുഴുവൻ പറയാൻ സമ്മതിക്കാതെ ശ്രീ അവളുടെ വാ പൊത്തി. അത് മാറ്റാൻ വേണ്ടി മിന്നു സഞ്ജുവിൻ്റെ കൈ വിടിയിച്ച് ശ്രീയുടെ കയ്യിൽ പിടിച്ച് അവളെ നോക്കി. ശ്രീ എന്തോ ചെവിയിൽ പറഞ്ഞതും മിന്നു ശാന്തമായി. ഞാൻ ലീവ് എടുത്തോളാം ഏട്ടാ. പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് തേജസ് ഇറങ്ങി. കുളക്കോഴിങ്ങ് വന്നേ. എടാ നിന്നെ വിളിക്കുന്നു, ചെല്ലടാ. ഉണ്ണി ചിരിച്ചു. അവൻ അടുത്തൊന്ന് മൂളി. ആ കൈങ്ങി തന്നേ. എന്നാത്തിനാ? തരാനല്ലേ പറഞ്ഞേ? സഞ്ജു ദേഷ്യത്തോടെ അവൾക്ക് നേരെ കൈ നീട്ടി. ഇതെന്ത് പറ്റിയതാ? കയ്യിലെ മുറിവ് ചൂണ്ടി മിന്നു ചോദിച്ചു. അവൻ അപ്പോഴാണ് കയ്യിലേക്ക് നോക്കിയത്. എൻ്റെ കൈ മുറിഞ്ഞായിരുന്നോ? അവൾക്ക് ബോധം പോയ ടെൻഷനിൽ ഞാൻ ഇത് കണ്ടില്ല. ഇവളിതിപ്പോൾ കണ്ടു. അതോ ഒരു വെട്ടുപോത്തിനെ രക്ഷിച്ചപ്പോൾ പറ്റിയതാ? ഓ, എന്നിട്ട് ആ വെട്ടുപോത്തിന് എന്തേലും പറ്റിയോ? മിന്നു കള്ളച്ചിരിയോടെ അവനെ നോക്കി. ചക്കു ചിരിച്ചുകൊണ്ട്, മിന്നുസേ കുളക്കോഴി നല്ല കലിപ്പിലാണ്, നീ വെറുതെ ഇരന്ന് വാങ്ങാതെ. ശ്രീ നീ ഇതൊന്ന് ഡ്രസ്സ് ചെയ്ത് കൊടുക്കടാ, എൻ്റെ ബാഗിൽ ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. ഓക്കേടാ എന്നും പറഞ്ഞ് ശ്രീ സഞ്ജുവിൻ്റെ അടുത്ത് നിന്ന് കൈ ഡ്രസ്സ് ചെയ്ത് കൊടുത്തു. എന്തോ ഓർത്ത് അപ്പുവിനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ട് മിന്നു അപ്പുവിൻ്റെ അടുത്ത് ചെന്നു. അപ്പു അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എന്തിനാടാ കരയുന്നേ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. അങ്ങനെ നിങ്ങളൊക്കെ വിട്ടുപോകാൻ പെട്ടെന്ന് പറ്റുമോ? പോയാൽ കൊല്ലും ഞങ്ങൾ. അതും പറഞ്ഞ് ശ്രേയെ മിനുവിനും കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. എടാ നിങ്ങളെങ്ങനെ കരയല്ലേ? ഒന്നും പറ്റിയില്ലല്ലോ. നിങ്ങൾ കരഞ്ഞാൽ എനിക്ക് സഹിക്കില്ല എന്ന് അറിഞ്ഞൂടെ? അതും പറഞ്ഞ് മിന്നുവും കരയാൻ തുടങ്ങി. ഇതെന്താടാ, നമ്മൾ ഏത് സീരിയലാണ് കാണുന്നേ? അജു കളിയാക്കി. ഇത് ഈ ത്രിമൂർത്തികളുടെ സീരിയലാണ്. എന്തേ? ശ്രീ കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലേ ഇത് വളരെ ശോകമാണ്. നമുക്ക് പണ്ടത്തെ അടി സീരിയലാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഈ സാടൊന്നും ചേരില്ലെന്നേ. ഉണ്ണി അവരുടെ അടുത്ത് ചെന്നു. പിന്നെ അവിടെ ഒരു ബഹളമായിരുന്നു. സഞ്ജുവും ടീംസും കുറച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് പോയി. മിന്നുവും വാലുകളും കുറച്ച് കഴിഞ്ഞ് ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് പോയത്. മിന്നുസേ ദേ ഞങ്ങൾ ഇറങ്ങും കേട്ടോ, നീ കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റാൽ മതിയിടാ. ശ്രീ അവളോട് പറഞ്ഞു. നിനക്കുള്ള ഫുഡൊക്കെ ദേ ഈ ടേബിളിൽ വെച്ചിട്ടുണ്ട്, ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ. അപ്പോൾ അടുക്കളയിൽ നിന്ന് വിളിച്ചു കൂവി. പിന്നെ രണ്ടും കൂടെ ഇറങ്ങി ഓടി ഹോസ്പിറ്റലിലേക്ക്. ഡാ ഉണ്ണി, നമുക്കൊന്ന് ചീവിട്ടനെ കാണാൻ പോയാലോ? സഞ്ജു തിരക്കി. ഏത് ചീവിട്? അതിനെ എവിടെ പോയി കാണാനാ? അതിനെ വല്ല കാട്ടിൽ നോക്കണം. ഞാനില്ല. എടാ ആ ചീവിടല്ല, നമ്മുടെ മിന്നുവിനെ കാണാൻ പോകാനാണ്. ഓ, കാമുകനെ കാണാതിരിക്കാൻ വയ്യ അല്ലേ? ഇന്നലെ വിളിച്ചില്ലേ? രാവിലെയും വിളിച്ചു. അവൾ ഓക്കെയാടാ. എന്നാലും ഒന്ന് പോയി കാണാടാ, ഒരു സമാധാനം ഇല്ല. അയ്യോ ടെൻഷൻ അടിക്കേണ്ട, ഇന്ന് ഈവനിങ് പോയി കാണാം. പോരെ കുളക്കോഴി. സഞ്ജു ഒരു പുഞ്ചിരി നൽകി. വൈകുന്നേരം മിന്നുവും ടീംസും മിന്നുവിൻ്റെ ഫ്ലാറ്റിൻ്റെ മുന്നിലെത്തി. കുറേ ബെല്ലടിച്ചിട്ടും വാതിൽ തുറന്നില്ല.
എല്ലാവർക്കും എന്തോ പന്തികേട് തോന്നി. സഞ്ജു അപ്പുവിനെ വിളിച്ചു. അവർ ഇപ്പോൾ എത്തുമെന്നും പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരും എത്തി. സ്പെയർ കീ കൊണ്ട് വാതിലും തുറന്നു. മിന്നുവിൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ അത് അവളുടെ റൂമിലിരുന്ന് ബെല്ലടിക്കുന്നത് കേട്ടു. വീട് മൊത്തം അരിച്ചു പറക്കി. അവളെ കാണുന്നില്ലായിരുന്നു. സഞ്ജു വേഗം തന്നെ ഫോണും എടുത്ത് പുറത്തേക്ക് ഓടി. എല്ലാവരും അറിയാവുന്നവരെയൊക്കെ വിളിക്കാൻ തുടങ്ങി. ആർക്കും മിന്നു എവിടെ പോയെന്ന് ഒരു അറിവുമില്ലായിരുന്നു. അജുവേട്ടാ ഒന്നിങ്ങ് വന്നേ. ശ്രീ ആരും കാണാതെ വിളിച്ചു. ഒന്നും മിണ്ടാതിരിക്കടി. ഇവിടെ മിന്നുവിനെ കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അവളുടെ ഒരു കാര്യം. അജിത്ത് ദേഷ്യപ്പെട്ടു. എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു. ഇനി എവിടെ പോയി അന്വേഷിക്കുമെന്ന് അറിയാതെ എല്ലാവരും സോഫയിലിരുന്നു. സഞ്ജുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കലങ്ങിയിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ നമ്മുടെ മിന്നു അപ്പുറത്തെ ഫ്ലാറ്റിലെ രോഹിത്തിൻ്റെ കൂടെ ഒരു കറക്കവും കഴിഞ്ഞ് അവനെ ഫ്ലാറ്റിലാക്കി വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ ലോക്ക്ഡ് അല്ല. ഞാനപ്പോൾ പൂട്ടാതെയാണ് പോയേ. എൻ്റെ ഒരു കാര്യം. ആ തലയ്ക്കും കൊട്ടുകൊടുത്ത് വാതിൽ തുറന്നപ്പോൾ എല്ലാവരും അവളെ സൂക്ഷിച്ചു നോക്കുന്നു. ആഹാ, നിങ്ങളൊക്കെ എപ്പോൾ വന്നു? മിന്ന വാതിലടച്ച് തിരിഞ്ഞതും മുന്നിൽ കുന്തം പോലെ സഞ്ജു വന്നു നിന്നു. പിന്നെ അവളുടെ കണ്ണിൽ കൂടെ പൊന്നീച്ച പറക്കുന്നത് പോലെ തോന്നി. പുറകിൽ നിന്ന് അജിത്ത് സഞ്ജു വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്നാൽ എന്താ ഇപ്പോഴുണ്ടായെന്ന ഷോക്കിൽ കവളും കൈയും വെച്ച് നിൽക്കുവാണ് മിന്നു. നിനക്ക് പണ്ടേയുള്ള സ്വഭാവമാണ്, ആരോടും ഒന്നും പറയാതെ ഒരു പോക്ക്. ഫോൺ നിനക്ക് എന്തിനാടി വാങ്ങി തന്നേക്കുന്നേ? എവിടെ പോയതായണടി? സഞ്ജു ദേഷ്യം കൊണ്ട് കൈ ചുരുട്ടി പിടിച്ചു. ഇതൊന്നും കേട്ടിട്ട് മിന്നുവിന് ഒരു കുലുക്കവും ഇല്ല. എടാ, അവൾ എന്താടാ ഇങ്ങനെ നിൽക്കുന്നേ? ഇനി കാഞ്ഞുപോയോ? ചക്കു ഉണ്ണിയുടെ ചെവിയിൽ പറഞ്ഞു. പറയാൻ പറ്റില്ലടാ, അവന് കാലി പിടിച്ച ഒരു ഭ്രാന്തനാണ്. ഉണ്ണി അവനെ നോക്കി പറഞ്ഞു. അപ്പുവും ശ്രീയും മിന്നുവിൻ്റെ അതേ അവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് മിന്നു സഞ്ജുവിൻ്റെ കയ്യിൽ പിടിച്ചു. ഇതെന്താ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയത്? വല്ലതും ആണോ? മിന്നുവിൻ്റെ ചോദ്യം കേട്ട് എല്ലാവർക്കും ചിരി വന്നു. എന്നാൽ വന്ന ചിരി സഞ്ജു അവരുടെ മുമ്പിൽ കൺട്രോൾ ചെയ്തു. എടാ ഉണ്ണി, ആ മുതലിൻ്റെ കിളി പോയിരിക്കുക. നീ അതിനെ വിളിച്ചേ, ഇല്ലെങ്കിൽ ഒരു കൊലക്കേസിന് ഉത്തരം പറയേണ്ടി വരും നമ്മൾ. ആജു അത് പറഞ്ഞതും ശ്രീയും അപ്പവും അവളെ വിളിച്ചുകൊണ്ട് പോയി. എന്തൊരടിയാ കൊടുത്തേ, പാവം. അതിൻ്റെ കവള് ചോന്ന് കിടപ്പുണ്ട്. ഉണ്ണി ദേഷ്യപ്പെട്ടു. സാരമില്ല, അവൾക്ക് 2 എണ്ണത്തിന് കുറവുണ്ട്. കെട്ടിക്കഴിഞ്ഞുള്ളതിൽ നിന്ന് 1 എണ്ണം കുറയ്ക്കാൻ പറഞ്ഞാൽ മതി. പിന്നെ ഇനി നീ അവളെ കെട്ടണമെന്ന് പറഞ്ഞു ചെല്ല്. അവളെ ചെരുപ്പോരി അടിക്കും. അമ്മാതിരിയല്ലേ കൊടുത്തേക്കുന്നേ. ചക്കുവും ദേഷ്യപ്പെട്ടു. മിന്നുസേ എന്തായാലും മിണ്ടടാ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അവളെ അടുക്കളയിൽ കൊണ്ടുപോയി കവളിൽ ഐസ് വയ്ക്കുന്നതിനിടയിൽ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല. തലയിൽ കൂട് കൂട്ടിയ കിളികളെല്ലാം കൂട് എടുത്തുകൊണ്ട് പോയി. പിന്നെ അണപ്പെല്ലാം ആടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. കവളിൽ നേരിയ രീതിയിൽ ഒരു പുകച്ചിലും വേദനയും, അത്രേ ഉള്ളൂ. ഇത് കേട്ട് ശ്രീ വാപൊത്തി ചിരിച്ചു. മിന്നു അവളെ രൂക്ഷമായി നോക്കി. അപ്പോൾ നീ ചായ കൊണ്ടുപോയി കൊടുക്ക്. ശ്രീ ചായ എടുത്ത് അപ്പുവിന് കൊടുത്തു. അപ്പോൾ അതും കൊണ്ട് ഹാളിലേക്ക് പോയി. എടി ശവമേ, നിനക്ക് അവരോട് ഞാൻ എവിടെ പോയതാണെന്ന് പറഞ്ഞാൽ പോരെ? വെറുതെ എനിക്ക് അടിയും കിട്ടി. അവർ ടെൻഷനും അടിച്ചു. ഞാൻ അജുവേട്ടനെ വിളിച്ചതാ, അപ്പോൾ അങ്ങേര് വന്നില്ല. പിന്നെ എൻ്റെ ഫോണ് അപ്പവും കൊണ്ടുപോയി. ഞാനെന്ത് ചെയ്യാനാ? എടാ സഞ്ജുവേട്ടൻ നല്ലോണം പേടിച്ചു പോയായിരുന്നടാ. നിന്നെ പുറത്ത് എവിടേക്കോ തപ്പി, എന്നിട്ട് കാണാതെ ഇങ്ങോട്ട് വന്നപ്പോഴാ നീ വന്നത്. അങ്ങേരുടെ കാര്യം നീ മിണ്ടി പോകരുത്. എന്നാലും നിനക്ക് പറയായിരുന്നു. ഒരടിയല്ലേ, അത് സാരമില്ല. നീ പോയ കാര്യമൊക്കെ റെഡിയായില്ലേ? പിന്നെ കാര്യം റെഡിയാക്കും എന്ന് പറഞ്ഞാൽ നടത്തിയിരിക്കും. എങ്കിലേ ഞാനൊന്ന് രോഹിത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒന്നുകൂടെ സെറ്റാക്കിയിട്ട് വരാം. ഇതും പറഞ്ഞ് മിന്നു അങ്ങോട്ട് നീങ്ങി. സോഫയിലിരിക്കുന്ന ഒരാളെ പോലും മൈൻഡ് ചെയ്യാതെ ഡോർ തുറന്ന് ഇനി എങ്ങോട്ടാടി പോകുന്നേ? സഞ്ജു പുറകിൽ നിന്ന് ചോദിച്ചു. അത് തന്നോട് പറയേണ്ട ആവശ്യമില്ല. എന്താ മിന്നൂസേ അപരിചിതരെ പോലെ? ഞങ്ങളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് പോടി. ഉണ്ണി ചായ കുടിക്കുന്നതിനിടയിൽ തിരക്കി. അതിന് അവൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. കവളിൽ കൈവച്ചു. സഞ്ജുവിനെ രൂക്ഷമായി ഒന്ന് നോക്കി. നീ എവിടെ പോകുവാടി മിന്നു? അപ്പു ചോദിച്ചു. ഞാൻ രോഹിത്തിൻ്റെ അടുത്തേക്ക് പോവാ. രോഹിത് ആരാ? സഞ്ജുവിൻ്റെ വായിൽ നിന്നും അറിയാതെ വീണുപോയി. അതോ? അപ്പു പറയുന്നതിന് മുമ്പ് മിന്നു ഇടയിൽ കയറി പറഞ്ഞു. എന്നെ കെട്ടാൻ പോകുന്ന ചെക്കനാണ്. എന്തൊക്കെ അറിയണേ അയാൾക്ക്? ഇതും പറഞ്ഞ് ദേഷ്യത്തിൽ വാതിലടച്ചു പോയി. അപ്പുവും ശ്രീയും കൂടെയുള്ളവരും സഞ്ജുവിൻ്റെ മുഖം കണ്ട് ചിരി തുടങ്ങി. അത് അവൾ പറഞ്ഞത് നുണയല്ലേ? സഞ്ജു സംശയത്തോടെ ചോദിച്ചു. നുണയല്ല, കാര്യമാണ്. അപ്പുറത്തെ ഫ്ലാറ്റിലാണ് താമസം. രോഹിത്തിന് മിന്നുവിന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ലവറാണെന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഇത് പറഞ്ഞതും സഞ്ജു ഒരു ദീർഘനിശ്വാസം വിട്ടു. അയ്യോ പേടിക്കണ്ട, ആ രോഹിത്തിന് ആകെ 9 വയസ്സേ ഉള്ളൂ. മിന്നുവിന് അവനൊരു അനിയനാണ്. അവൻ്റെ ഓരോ തമാശയാണ് ഇതൊക്കെ. അവൾ ആ ഫ്ലാറ്റിലുണ്ടായിരുന്നു, അതാ ഫോൺ എടുക്കാതെ പോയേ. ശ്രീ സഞ്ജുവിൻ്റെ സംശയം അങ്ങ് മാറ്റിക്കൊടുത്തു. എന്നാൽ ഇന്നത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ, ഇറങ്ങിയാലോ? ഉണ്ണി ചോദിച്ചു. അജിത്ത് ശ്രീയെ നോക്കിയപ്പോൾ അവൾ മുഖം വെട്ടിച്ചു. ഇത് കണ്ട് അവനും മുഖം തിരിച്ചു. അപ്പോൾ മിന്നുവിനെ കണ്ടില്ലല്ലോ? ചക്കു സംശയത്തോടെ ചോദിച്ചു. അവൾ മിക്കവാറും ആ പ്ലേ ഗ്രൗണ്ടിൽ കാണും രോഹിത്തിൻ്റെ കൂടെ. അപ്പോൾ ചിരിച്ചു. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുക, അവളോട് പറഞ്ഞേക്ക്. ഉണ്ണി എണീറ്റു. മിന്നുവിനോട് പറയണേ പോയിന്ന്. സഞ്ജു ചിരിയോടെ അപ്പുവിനെ നോക്കി. ഇത് സഞ്ജുവേട്ടൻ പറഞ്ഞു എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അവൾ രണ്ടിനെയും വീട്ടിൽ ചേർത്തൊട്ടിക്കും. കള്ള കാമുകൻ, ഇങ്ങ് പോരെ. കെട്ടുന്നതിന് മുമ്പ് പടം ആകണ്ടെങ്കിൽ. ഞങ്ങളുടെ കൊച്ചിൻ്റെ മുഖത്ത് ടാറ്റു ഒട്ടിച്ചതും പോരാങ്ങിട്ട് ഇതും പറഞ്ഞ് ചക്കു സഞ്ജുവിനെ വലിച്ചുകൊണ്ട് പോയി.
എല്ലാവരും പോയി വാതിലടയ്ക്കാൻ പോയ ശ്രീയെ ആരോ പുറത്തേക്ക് വലിച്ചു. എന്താടി നിന്റെ മുഖം കടന്തലൂത്തിയ പോലെ ഇരിക്കുന്നത്? ഭിത്തിയിലേക്ക് അജിത്ത് ചേർത്ത് പിടിച്ചു. ഒന്നുമില്ല എന്നവളെ ചുമല് പൊക്കി കാണിച്ചു. ഒന്നുമില്ലേ? എന്നാ ഞാനത് അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അതും പറഞ്ഞ് അവൻ അങ്ങനെ നിന്നു. എന്താ ഞാൻ വിളിച്ചിട്ട് വരാതിരുന്നേ? അതുകൊണ്ടാ എടീ, അത് മിന്നുവിനെ തപ്പുമായിരുന്നില്ലേ, അതുകൊണ്ടാ. അത് പറയാനാ ഞാനും വിളിച്ചത്. വെറുതെ എല്ലാവരും എന്തിനാ ടെൻഷൻ അടിച്ചത്? പാവം, അതിനൊരടിയും കിട്ടി. അപ്പോൾ നിനക്കറിയായിരുന്നോ അവൾ എവിടെ പോയതായിരുന്നെന്ന്? അതോ? ശ്രീ ചുറ്റും നോക്കി. നാളെ നമ്മുടെ അപ്പുവിൻ്റെ ബർത്ത്ഡേ ആണ്. അവൾക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോയതാ. ഇത് പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. ആണോ? അയ്യോ, ഞാൻ ആ ടെൻഷനിൽ. സോറിടാ. ഇനി നീ വിളിക്കുമ്പോൾ തന്നെ വരാട്ടോ. മതിയോ? മതി മതി പതപ്പിച്ചത്. നാളെ ഒരു 7 മണിയാവുമ്പോഴേക്കും വാനർപ്പട എല്ലാം കൂടി വന്നേക്കണം, മറക്കരുത് കേട്ടോ. എന്നാൽ പൊയ്ക്കോ, നമുക്ക് നാളെ കാണാം. അതൊക്കെ ഞാൻ ഏറ്റാ. ഒന്നും കിട്ടിയില്ല. അജിത്ത് ചെറുചിരിയോടെ ശ്രീയെ നോക്കി. അയ്യടാ, അങ്ങനെ ഇപ്പോൾ ഒന്നുമില്ല. ആരേലും കാണും. അജുവേട്ട മാറിക്കേ. ആരേലും കണ്ടാൽ ഇപ്പോൾ എന്താ? എനിക്ക് കുറച്ച് കുഴപ്പമുണ്ട്, അതുകൊണ്ട് മോൻ ചെല്ല്. ഇതും പറഞ്ഞ് അജിത്തിനെ ഉന്തി അവൾ ഡോർ തുറന്ന് അകത്ത് കയറി. നാളെ കിട്ടും മോളെ, ഞാൻ ശരിയാക്കി തരാം. ഇതും പറഞ്ഞ് ചെറുചിരിയോടെ അജിത്തും താഴേക്ക് ഇറങ്ങി. വണ്ടിയിലേക്ക് കയറാൻ നേരം ഗ്രൗണ്ടിൽ കളിക്കുന്ന രോഹിത്തിനെയും മിന്നുവിനെയും സഞ്ജു കണ്ടു. സഞ്ജുവിനെ കണ്ടതും മിന്നു മുഖം തിരിച്ചു. എന്നാൽ സഞ്ജു നോട്ടം മാറ്റിയില്ല. പക്ഷേ ഇത് കണ്ട രോഹിത്ത് ദേഷ്യത്തോടെ അവനെ നോക്കി. എന്നാലും അവൻ നോട്ടം മാറ്റിയില്ല. കുറച്ചു കഴിഞ്ഞ് അവർ അവിടെ നിന്നും പോയി. പിറ്റേ ദിവസം അപ്പുവും ശ്രീയും പോയപ്പോൾ മിന്നുവിനുള്ള താക്കീത് നൽകിയാണ് പോയത്. അപ്പുവിനെ ഒന്ന് വിഷ് ചെയ്തതല്ലാതെ പ്രത്യേകമൊന്നും അവർ ആഘോഷിച്ചില്ല. മിന്നു ആണെങ്കിൽ വൈകുന്നേരമായതിലേക്കുള്ള ഫുഡ് പ്രിപ്പറേഷനിലായിരുന്നു. സ്വന്തമായി ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് യൂട്യൂബ് അമ്മച്ചിയായിരുന്നു ശരണം. മിന്നുവിനെ അടിച്ചതിൽ നല്ല സങ്കടമുണ്ട്. തന്നെ സഞ്ജു നേരത്തെ പോന്നു. ഒരു സോറി പറയണമെന്ന് മനസ്സിൽ കരുതിയിരുന്നു. അവൻ 6 മണിയായപ്പോഴേക്കും അവരുടെ ഫ്ലാറ്റിൻ്റെ മുന്നിലെത്തി. കോളിംഗ് ബെൽ അടിച്ചു. പെട്ടെന്ന് തന്നെ സുന്ദരനായ ചെറുപ്പക്കാരൻ വാതിൽ തുറന്നു. സഞ്ജു അയാളെ നോക്കിയപ്പോൾ അയാൾ സഞ്ജു കയറി വാ സൗമ്യമായി പറഞ്ഞു. അച്ഛയാ, ആരാ വന്നേ? മിന്നു അടുക്കളയിൽ നിന്ന് ചോദിച്ചു. എടി, സഞ്ജു ആണ്. അല്ല, ബാക്കിയുള്ളവർ എന്തേ? അയാൾ പുറകോട്ട് നോക്കി ചോദിച്ചു. അവരിപ്പോൾ വരും, ഞാൻ നേരത്തെ വന്നതേ ഉള്ളൂ. അല്ല, ശ്രീയും അപ്പു എവിടെ? അതോ, ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ശ്രീയോട് കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് പറഞ്ഞു. അവർ കുറച്ച് കഴിഞ്ഞേ വരൂ. എന്താ അന്തം വിട്ട് നോക്കുന്നേ? ആരാ എന്നാണോ? എൻ്റെ ചാരനാ. ഭിത്തിയാൽ ചാരി നിന്ന് മിന്നു പറഞ്ഞു. ഒന്ന് പോടി. അല്ലേ തന്നെ മുഖം കണ്ടാലറിയാം പേടിച്ച് നിൽക്കുക. നിന്റെ ആരെങ്കിലും ആണോ എന്നോർത്ത് അയാൾ ചിരിച്ചു. എന്നാ പരിചയപ്പെടുത്താൻ മറന്നു. ഐ ആം നവീൻ, അപ്പുവിൻ്റെ വുഡ് ബി ആണ്. അവരെല്ലാം എന്നെ അച്ചായനെന്ന് വിളിക്കും. അപ്പോഴാണ് സഞ്ജുവിന് ശ്വാസം നേരെ വീണത്. ഹായ്, ഐ ആം സഞ്ജയ്. സഞ്ജു എന്ന് വിളിക്കും. വിദേശത്തായിരുന്നല്ലോ. എന്നാണ് വന്നേ? ഞാൻ 1.5 വർഷം കഴിഞ്ഞു നാട്ടിൽ വന്നിട്ട്. ബർത്ത്ഡേക്ക് വന്നില്ലേ മിണ്ടത്തില്ലാന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 2 മുതലുകൾ. പിന്നെ അപ്പുവിനെ ഒന്ന് കാണാലോ എന്ന് കരുതി. എന്തൊക്കെയാണ് സഞ്ജു വിശേഷങ്ങൾ? അങ്ങേരുടെ ഒരു വിശേഷം. എൻ്റെ കവള് കാണുന്നില്ലേ? മിന്നുവിൻ്റെ കവൾ അപ്പോഴും ചുവന്ന് കിടപ്പുണ്ടായിരുന്നു. അത് കണ്ട് സഞ്ജുവിൻ്റെ കണ്ണ് നിറഞ്ഞു. ഇത് മനസ്സിലായി നവീൻ. എടാ, കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 എണ്ണമെങ്കിലും കൊടുക്കണ്ടേ? ആയിക്കോട്ടെ, അപ്പോൾ വരട്ടെ. അന്നേരം ആർക്കാണ് കിട്ടുന്നതെന്ന് ഞാൻ പറയാട്ടോ. ഇതും പറഞ്ഞ് മിന്നു അടുക്കളയിലേക്ക് പോയി. നീ പേടിക്കാതെ, നമുക്കതിനെ മെരുക്കിയെടുക്കാന്നേ. നവീൻ സഞ്ജുവിൻ്റെ തോളിൽ കൈയിട്ടു. സഞ്ജുവും ചിരിച്ചു. കുറച്ചു കഴിഞ്ഞ് അപ്പുവും ഗ്യാങ്ങും എത്തി. കൂടെ ഉണ്ണിയും കൂട്ടരുമുണ്ട്. പിന്നെ എല്ലാവരും ചേർന്ന് പാട്ടുപാടി കേക്ക് മുറിക്കാൻ നിന്ന അപ്പുവിനെ പെട്ടെന്നാരോ പിന്നിൽ നിന്നും കണ്ണുപൊത്തി. അച്ചായൻ എന്നും പറഞ്ഞ് നവീനെ കെട്ടിപ്പിടിച്ചു. അവൻ തിരിച്ചും. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വേറെയൊന്നും അനുവദനീയമല്ല കേട്ടോ, ഞങ്ങളൊക്കെ കൊച്ചുകുട്ടികളായ. ശ്രീയെ കെട്ടിപ്പിടിച്ച് മിന്നു പറഞ്ഞു. പോടി ശവമേ. അച്ചായൻ്റെ വക തലയ്ക്കൊരെണ്ണം കൊടുത്തു. പിന്നെ ഒരു മേളമായിരുന്നു. കേക്ക് മുറിക്കൽ, കേക്കിൽ കുളിപ്പിക്കൽ, ഫുഡടി. അപ്പോഴാണ് ഡോർ ആരോ തട്ടുന്നത് പോലെ ശബ്ദം കേട്ടത്. ശ്രീ പോയി വാതിൽ തുറന്നു. ഏമാനായിരുന്നോ? നിന്നോട് എപ്പോൾ വരാനാടാ പറഞ്ഞേ? എന്നിട്ട് ഇപ്പോഴാണ് വരുന്നേ? ഞാൻ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ടേ വരൂ. നീ മാറി നിൽക്കടി മത്തങ്ങ കണ്ണി. ഇതും പറഞ്ഞ് ഒരു കൊച്ചുകുട്ടി കയറി വന്നു. നല്ല നീളം മുടി, മഷ്റൂം കട്ട് ചെയ്തിരിക്കുന്നു. 3/4 ബനിയനുമാണ് വേഷം. കണ്ടാൽ ഒരു ക്യൂട്ട്നെസ് ഒക്കെ തോന്നും. അവൻ കയറിയ പാടെ മിന്നുവിനെ കെട്ടിപ്പിടിച്ചു. എന്നെ കാണാതെ വിഷമിച്ചു പോയോ? മിന്നുസേ. പിന്നല്ലാതെ. മിന്നു ചുണ്ട് വിളർത്തി കാണിച്ചു. സോറി കേട്ടോ, ആ ട്യൂഷൻ എന്നുള്ള ചോദിച്ചതന്നേ. സാരമില്ല, നീ വാ, നിനക്ക് ഞാൻ ഫുഡ് തരാം. അപ്പോൾ വിളിച്ചു. അപ്പോൾ ചേച്ചി, അച്ഛൻ്റെ കൂടെ ഇരുന്ന് കത്തിയടി. എനിക്കെൻ്റെ പെണ്ണ് തന്നോളൂ. ഏത് നിൻ്റെ പെണ്ണ്? മുട്ടേന്ന് വിരിങ്ങില്ലല്ലോടാ നീ. ഉണ്ണി അവനെ കളിയാക്കി. അയ്യോ, ഞാനൊക്കെ എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്നാണ് വന്നേ. ചേട്ടനൊക്കെ മുട്ടേന്നാണോ വിരിങ്ങേ? എന്നിട്ട് ഗിന്നസ് ബുക്കിൽ പേര് കണ്ടില്ലല്ലോ. അവൻ്റെ വർത്താനം കേട്ട് എല്ലാവരും വാ പൊളിച്ചു. എടാ ഉണ്ണി, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസല്ല. നല്ല ഒന്നാന്തരം ഗുണ്ടയാണ്. വെറുതെ ഇരുന്ന് വാങ്ങണ്ട, ചക്കു ചെവിയിൽ പറഞ്ഞു. സോറി മോനെ, ഞാൻ അറിയാതെ പറഞ്ഞതല്ലേ. അല്ല, ഈ ക്യൂട്ട് ബോയുടെ പേര് പറഞ്ഞില്ലല്ലോ.
ഉണ്ണി മയമായി ചോദിച്ചു. അതവന് നല്ലതുപോലെ ബോധിച്ചുവെന്ന് തോന്നുന്നു. മിന്നുവിൻ്റെ ദേഹത്ത് നിന്നിറങ്ങി. ഐ ആം രോഹിത്. അപ്പുറത്തെ ഫ്ലാറ്റിലാണ് താമസം. ഈ ഫ്ലാറ്റുമായിട്ട് എന്താ റിലേഷൻ എന്ന് ചോദിച്ചാൽ ഇതെൻ്റെ ലവറാണ്. മിന്നുവിൻ്റെ കയ്യിൽ പിടിച്ച് രോഹിത് പറഞ്ഞു. ഇതെല്ലാം കേട്ട് മിന്നു ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. സഞ്ജുവിനാണ് ചെറിയൊരു കുശുമ്പ് എവിടെയോ പൊട്ടി മുളയ്ക്കുന്നുണ്ടായിരുന്നു. എടാ, നിനക്ക് 9 വയസ്സല്ലേ ആയുള്ളൂ, പിന്നെ അങ്ങനെ മിന്നുവിനെ കെട്ടുക? അജു ചിരിച്ചു. എനിക്കിപ്പോൾ 9 വയസ്സ്, ഒരു 10 ഇയർ കഴിഞ്ഞാൽ 19, അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ മിന്നുവിന് എത്ര വയസ്സാകും? 9. അച്ഛൻ ഇടയിൽ കയറി. എൻ്റെ മിന്നൂസ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും ഇല്ലേ? അവ മിന്നുവിനെ നോക്കി. പിന്നെ അല്ലാതെ, എൻ്റെ ചക്കരയല്ലാതെ ആർക്ക് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുക? നീ വാ, കേക്ക് തരാം. ഇതും പറഞ്ഞ് അവൻ്റെ കവിളിലൊരു ഉമ്മയും കൊടുത്തു മിന്നു. അവനെ കൊണ്ട് കിച്ചണിലേക്ക് പോയി. സഞ്ജു കുശുമ്പോണ്ട് മുഖം വീർപ്പിച്ച് അവനെ നോക്കി. പാവമാണ്, പിന്നെ ആരെങ്കിലും ചൊറങ്ങിയാൽ അവൻ്റെ വായിലിരിക്കുന്നത് കേൾക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ചിരിച്ചു. പിന്നെ അതൊരു കുട്ടി ഭൂതമാണ്, ശ്രീ ചെറിയ ദേഷ്യത്തിൽ പറഞ്ഞു. ആ, ഇവർ കീരിയും പാമ്പുമാണ്. അച്ചായൻ അവളെ നോക്കി. അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്കൊക്കെ. അപ്പോഴേക്കും മിന്നു രോഹിത്തും ഒരു കേക്ക് പീസുമായി വന്നു. മിന്നു പോയി ഉണ്ണിയുടെ അടുത്തിരുന്നു, കൂടെ രോഹിത്തും. രോഹി, നീ ഇവരെയൊക്കെ പരിചയപ്പെട്ടില്ലല്ലോ, ഒന്ന് പരിചയപ്പെട്ടെ. മിന്നു അവനെ മടിയിലിരുത്തി. ഇപ്പുറത്തിരിക്കുന്ന ഉണ്ണിയെ തൊട്ട് എല്ലാവരെയും അവൻ പരിചയപ്പെട്ടു. സഞ്ജുവിനെ പരിചയപ്പെട്ടപ്പോൾ അവനൊന്ന് കണ്ണുരുട്ടി നോക്കി. അജു അങ്കിൾ പെട്ടോട്ടോ. അതെന്താടാ? ഈ മത്തങ്ങ കണ്ണിയെ സഹിക്കണ്ടേ? എടാ നിന്നെ ഇന്ന് ഞാൻ. അതും പറഞ്ഞ് ശ്രീ എണീറ്റതും അജിത്ത് അവളെ പിടിച്ചിരുത്തി. എടി, അവനൊരു കൊച്ചു കുട്ടിയല്ലേ, സത്യം മാത്രമേ പറയൂ. അതിന് നീ ചൂടാവാതെ. ശ്രീ അവനൊന്ന് രൂക്ഷമായി നോക്കിയതും അവനൊന്ന് ചിരിച്ചു കാണിച്ചു. അച്ചായൻ എൻ്റെ അപ്പു ചേച്ചി നല്ല അടിപൊളി പേരാണ്. അവൻ അവർക്കൊരു ഫ്ലൈയിങ് കിസ് കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവരത് ഏറ്റുവാങ്ങുകയും ചെയ്തു. അപ്പോഴും സഞ്ജു മിന്നുവിൻ്റെ ഓരോ കോപ്രായങ്ങൾ നോക്കി കൊണ്ടിരിക്കുകയായിരുന്നു. മിന്നുസേ, എനിക്കൊരു പീസ് കൂടി തരുമോ? മിന്നു അവന് കേക്ക് എടുക്കാൻ അടുക്കളയിലേക്ക് പോയി. പെട്ടെന്ന് മിന്നു ഓടിവാ എന്ന് അപ്പു നിലവിളിച്ചു. ഇത് കേട്ട മിന്നു കേക്ക് എടുക്കാതെ ഹാളിലേക്ക് ഓടി. അവിടെ കണ്ട കാഴ്ച കണ്ട് അവൾ തന്നെ ഞെട്ടിച്ചു. സഞ്ജുവിൻ്റെ ദേഹത്ത് കയറി അവനെ ഇറുക്കി പിടിച്ചിരിക്കുകയാണ് രോഹിത്. ഉണ്ണിയും ചക്കവും അവനെ വിടിയിക്കാൻ നോക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ അത് നോക്കി നിൽക്കുന്നു. രോഹിത്, മിന്നു ദേഷ്യത്തിൽ വിളിച്ചു. അവൻ പെട്ടെന്ന് തന്നെ സഞ്ജുവിൻ്റെ മേത്ത് നിന്നും കൈകൾ വിടുവിച്ചു. നിനക്കെന്താ, മൂത്തവരെ ബഹുമാനിക്കാറിയില്ലേ? മിന്നു ദേഷ്യപ്പെട്ടതും രോഹിയുടെ കണ്ണിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി. സഞ്ജു എണീറ്റ് ഷർട്ട് നേരെയിട്ടു. നീ എന്തിനാ സഞ്ജുവേട്ടനെ ഉപദ്രവിച്ചേ? അപ്പോൾ ദേഷ്യത്തോടെ ചോദിച്ചു. അത് മിന്നുവിനെ അടിച്ചിട്ടാ ഞാൻ. അതുകൊണ്ടാ. സോറി മിന്നുസേ, ദേഷ്യപ്പെടല്ലേ, ഇനി ഞാൻ ചെയ്യൂല, പ്ലീസ് ദേഷ്യപ്പെടല്ലേ. രോഹിത് പൊട്ടിക്കരഞ്ഞു. മിന്നു അവനെ കെട്ടിപ്പിടിച്ചു. കണ്ടോ, എൻ്റെ രോഹിക്കുട്ടനെ എന്നോട് എന്ത് സ്നേഹമാണ്. എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. ഇതും പറഞ്ഞ് മിന്നു സഞ്ജുവിനെ നോക്കി. രോഹിത്തിനെ എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി. അവർ ഹാളിലിരുന്ന് കത്തിയടിയും തുടർന്നു. അല്പനേരം കഴിയുമ്പോൾ ഒരു കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് കേട്ട് അപ്പു വാതിൽ തുറന്നു. രോഹിത്തിൻ്റെ മുത്തശ്ശിയായിരുന്നു അത്. അപ്പു മിന്നുവിനെ വിളിച്ചു. അവൾ ഉറങ്ങിയ രോഹിത്തിനെ മുത്തശ്ശിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. തിരിച്ചു വന്ന് അച്ചായൻ്റെ അടുത്തിരുന്നു. എന്താ മിന്നുസേ, അവന് നിന്നെയും കൊണ്ട് പോവാടോ? ചക്കു ചിരിച്ചു. അതൊരു പാവമാണ്. വന്ന ഒരാഴ്ച ഞാനും അവനും അടിയായിരുന്നു. പിന്നെ എന്തെന്നറിയില്ല, അവനോടൊരു സ്നേഹം തന്നെയാണ്. അവൻ്റെ അച്ഛനും അമ്മയും അവന് 2 വയസ്സുള്ളപ്പോൾ മരിച്ചു. മുത്തശ്ശനും മുത്തശ്ശിയാണ് നോക്കുന്നേ. ലവറാണെന്നൊക്കെ ചുമ്മാതെ. സ്നേഹവും വാത്സല്യവും തോന്നി. അവനും അങ്ങനെയാണ് പറയുന്നതാ. എന്തോ ഒരിഷ്ടക്കൂടുതൽ, അത്രയേ ഉള്ളൂ. അയ്യോടാ പാവം. അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്ത് പറ്റിയതാ? സഞ്ജു ഇടയിൽ കയറി. അത് ഒരു ആക്സിഡൻ്റ് ആണെന്നാ പറഞ്ഞേ. ബട്ട് അവനറിഞ്ഞൂടാ പാരൻസ് മരിച്ചു എന്ന്. ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിക്കുന്നത് അവരാണ്, അവർ അവിടെയാണ് എന്നൊക്കെ അവനറിയത്തുള്ളൂ. കുറച്ചു നേരം കഴിഞ്ഞ് അടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും മടങ്ങി. എടി, നീ വരുന്നുണ്ടോ അപ്പു? ഒന്ന് പോയേ. മിന്നു, ഞാൻ മടുത്തു. അതും പറഞ്ഞ അപ്പു മാളിലുണ്ടായിരുന്ന ഒരു ബെഞ്ചിലിരുന്നു. നിനക്ക് ചേട്ടൻ എന്തേലും ഒരു ഷർട്ട് പോരെ? ഇതിപ്പോൾ എത്രാമത്തെ ഷോപ്പിലാ കയറിയേ? ഓഹ്, ഞങ്ങൾ മടുത്തു. ഒരു കാര്യം ചെയ്യാം, ഞാനും അപ്പു ഇവിടെ ഉണ്ടാകും, നീ പോയി വാങ്ങിയിട്ട് വാ. അതും പറഞ്ഞ് ശ്രീയും പോയിരുന്നു. എന്ത് സ്വഭാവമാടി ഇത്? വാടാ എൻ്റെ കൂടെ ഈ ഷോപ്പിൽ കൂടി പ്ലീസ്. മിന്നു അവരുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ഇതെന്താ, വടം വലിയോ? അശരീരി കേട്ട് 3 പേരും തിരിഞ്ഞു നോക്കി. താണ്ടേ പിന്നിൽ ഉണ്ണിയും ഗ്യാങ്ങും. ആഹാ, നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ. മിന്നു അവരെ നോക്കി ചിരിച്ചു. എന്താണ് ഇവിടെ ബഹളം? ചക്കു അവരുടെ കൈ പിടിച്ചു. സഞ്ജു അപ്പൂനെയും ശ്രീയും നോക്കി ചിരിച്ചു. മിന്നുവിനെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ സൈഡ് റെയിൽ പോയി ചാരി നിന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നു. ഇനി നിങ്ങളാരും വരണ്ട, ഉണ്ണിയേട്ടൻ വന്നോളൂ എന്ന് പറഞ്ഞ് ഉണ്ണിയെ വലിച്ചുകൊണ്ട് മിന്നു ഷോപ്പിലേക്ക് പോയി. അതിനിടയിൽ സഞ്ജുവിനൊന്ന് ഒളി കണ്ടിട്ട് നോക്കി. ഇങ്ങേർക്കെന്താ ഒന്ന് നോക്കിയാ ചത്തുപോവോ? ഓ, ഫോൺ ഇതുവരെ കണ്ടില്ലല്ലോ. എൻ്റെ മുഖമല്ലേ തല്ലി പൊളിച്ചത്. പുള്ളിയുടെ നിൽപ്പ് കണ്ട ഞാൻ അങ്ങേരെ തല്ലിയതുപോലുണ്ട്. അയ്യേ, ഞാനെന്തിനാ ഇങ്ങനെ പറയുന്നേ? അങ്ങേര് നോക്കിയാലില്ലേലും എന്താ? മിന്നു സ്വയം പറഞ്ഞു. അവളുടെ തലക്കിട്ടൊന്ന് കൊടുത്ത് ചിരിച്ചു. സംസാരത്തിനിടയിൽ ശ്രീ അപ്പുവിനെ തോണ്ടി. എന്താടി, ഈ കുളക്കോഴിയും ജീവിടും ഇങ്ങനെ പോയാൽ ശരിയാവൂല.
ഞാനേ ഒരു നമ്പർ ഇടാം, നീ കൂടെ നിന്നോണം. എന്താണ് അവിടെ ഞങ്ങളറിയാതൊരു സംസാരം? അർജു പുരികം പൊക്കി. അതോ, ഞങ്ങൾ സഞ്ജുവേട്ടൻ്റെ കാര്യം പറയായിരുന്നു. അവൻ എന്തു പറ്റി? ചക്കു ബെഞ്ചിൽ നിന്ന് തിരിഞ്ഞ് അവനെ നോക്കി. സഞ്ജുവും ഫോണിൽ നിന്ന് തല പൊക്കി. എന്നാലും കഷ്ടമല്ലേ ശ്രീ? നിങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞ പട്ടികളെ, മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ. അജു ദേഷ്യപ്പെട്ടു. എന്നാ പറയല്ലേ ശ്രീ? അപ്പോൾ ശ്രീയെ ദയനീയമായി നോക്കി തിരിച്ചവളും. ദേ, രണ്ടെണ്ണം കളിക്കലേ, മര്യാദയ്ക്ക് പറയുന്നുണ്ടോ? അതോ, ഞങ്ങളിന്ന് നൈറ്റ് 10 മണിയുടെ ബസ്സിന് നാട്ടിൽ പോകുക. ഓഹ്, അതിനാണ് പൊട്ടത്തി ഈ മനുഷ്യനെ പേടിപ്പിക്കുന്നത്. നിങ്ങൾ പോയി വാ. ചക്കു ചിരിച്ചു. ഓഹ്, ഒന്ന് മിണ്ടാതിരിക്കെ ചക്കുവേട്ടാ, മൊത്തം പറയട്ടെ. ഞങ്ങളിന്ന് പോകണമെന്ന് വിചാരിച്ചതല്ല. ഇപ്പോൾ അർജൻറ്റായിട്ട് ചെല്ലാൻ പറഞ്ഞു വീട്ടിലേക്ക്. അതെന്താ ഇത്ര അർജൻറ്റ് വീട്ടിൽ? അജു ചോദിച്ചു. അതാണ് ഞങ്ങൾ സഞ്ജുവേട്ടൻ പാവം എന്ന് പറഞ്ഞത്. നമ്മുടെ മിന്നുവിനെ പെണ്ണ് കാണാൻ ആരോ വരുന്നുണ്ട്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. മനുവേട്ടനും വരും രാവിലത്തേക്ക്. ഏതാണ്ട് ഉറപ്പിച്ചു. ശ്രീ ഇത് പറഞ്ഞതും സഞ്ജുവിൻ്റെ ഫോൺ അറിയാതെ കയ്യിൽ നിന്നും പോയി. ഇത് കണ്ട അപ്പു, ഏറ്റുമോളെ നീ കലക്കി. പിന്നെ ഞങ്ങളോടാ കളി? സഞ്ജു താഴേന്ന് ഫോൺ എടുത്ത് അപ്പുവിനെ നോക്കി. സത്യമാണോടാ? ഞങ്ങളെന്തിനാ സഞ്ജുവേട്ടനോട് നോട് പറയുന്നേ? അവൾക്ക് ഏകദേശം ഇഷ്ടമായ മട്ടിലാ. ഈ കട മൊത്തം കയറി മനുവേട്ടൻ്റെ ഷർട്ട് എടുക്കാനല്ല. മനുവേട്ടൻ്റെ ഷർട്ട് ഇതാ ഈ കവറിലുണ്ട്. ഇതാ പെണ്ണ് കാണാൻ വന്ന ചെക്കന് കൊടുക്കാനാ. ഇത് കേട്ട് സഞ്ജു ഷോപ്പിൽ ഉണ്ണിയുടെ ദേഹത്ത് ഓരോ ഷർട്ടും വെച്ച് നോക്കുന്ന മിന്നുവിനെ നോക്കി. കുറച്ചു കഴിഞ്ഞ് മിന്നു ഉണ്ണിയുടെ കയ്യിൽ തൂങ്ങി അവരുടെ അടുത്തെത്തി. എല്ലാവരും മിന്നുവിനെ രൂക്ഷമായി നോക്കുന്നത് കണ്ട് മിന്നു ശ്രീയെ നോക്കി. എന്തു പറ്റിയെന്ന് മുഖം കൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല എന്ന് അവൾ കൈമലർത്തി. എന്നാ വാ, നമുക്കൊരു കോഫി കുടിക്കാം. ഉണ്ണി അതും പറഞ്ഞ് എല്ലാവരെയും കൂട്ടി ഷോപ്പിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ ഉണ്ടായിരുന്ന ടേബിളിന് ചുറ്റുമിരുന്നു. ഷോപ്പിൽ പോയപ്പോൾ ഇങ്ങനെ മൈൻഡ് ചെയ്തില്ല. വേണ്ടേ, ഇപ്പം കടന്നൽ കുത്തിയ പോലെ മുഖം വെച്ച് എന്നെ നോക്കുന്നു. എന്തിനാ? പോയി പണി നോക്കാൻ പറ. മിന്നു അവനെ നോക്കി മുഖം വെട്ടിച്ചു. ഉണ്ണി, നീ അറിഞ്ഞോ ഇവരിന്ന് നാട്ടിൽ പോകുകയാണെന്ന്? ചക്കു തുടങ്ങി. ആണോ മിന്നു? നീ പറഞ്ഞില്ലല്ലോ. അതെ ഉണ്ണിയേട്ടാ, പോകാൻ വിചാരിച്ചതല്ല. ഞങ്ങൾ സാധാരണ മാസാമാസമാണ് പോകാറ്. ഇതിപ്പോൾ ഒരു അത്യാവശ്യം വന്നതുകൊണ്ട് ഒരു പെണ്ണ് കാണലുണ്ട്. പിന്നെ മനുവേട്ടനെയും കണ്ടിട്ട് കുറേ ആയി, അതാ. മിന്നു ഇത് പറഞ്ഞതും അപ്പു ശ്രീയെ നോക്കി കണ്ണടിച്ച് കാണിച്ചു. സഞ്ജു മിന്നുവിനെ ഒന്നുകൂടെ കണ്ണുരുട്ടി നോക്കി. മിന്നു സഞ്ജുവിനെ മൈൻഡ് ചെയ്തേയില്ല. നിങ്ങൾ വരുന്നുണ്ടോ ഉണ്ണിയേട്ടാ? ഇല്ല മിന്നു, ഞങ്ങൾ സാധാരണ ലോങ് ലീവ് കിട്ടുമ്പോഴേ നാട്ടിൽ പോകാറുള്ളൂ. അല്ലാതെ ഒരു ദിവസത്തേക്ക് പോയി വന്നാൽ ക്ഷീണമാകും. ആണോ? എന്നാ ഞങ്ങൾ പോട്ടെ. സമയം 6 മണിയായി. 10 മണിക്കാണ് ബസ്. പെട്ടെന്നായതുകൊണ്ട് ഒന്നും പാക്ക് ചെയ്തിട്ടില്ല. ബസ് മിസ്സായ അപ്പോൾ കൊല്ലും. അപ്പോൾ ശ്രീ വാ പോകാടാ. മിന്നു അവിടെ നിന്ന് എണീറ്റു. ഓഫീസിൽ തിരക്കുകൊണ്ട് അവളൊന്നും നോക്കാതെയാ ഇരുന്ന്. പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാതിരുന്ന അവൾ എന്നെ നോക്കുമോ എന്നറിയാലോ എന്ന് വെച്ചു. ഇപ്പം എന്തായി? ഓ, അവളുടെ ഒരു ബസ്സും പെണ്ണ് കാണലും. കുന്തം. സഞ്ജു ദേഷ്യം കൊണ്ട് ആ ടേബിളിലടിച്ചു. എല്ലാവരും അവനെ തന്നെ നോക്കി. അപ്പോൾ അജുവേട്ടൻ പറഞ്ഞത് സഞ്ജുവേട്ടൻ ദേഷ്യക്കാരനാണെന്നറിയാം. നല്ല കലിപ്പിലാണ്, മുഖം കണ്ടാലറിയാം. പാവം, മിന്നുവിൻ്റെ മറ്റേ കവളിൻ ടാറ്റു വരും. അതിനു മുമ്പ് സ്കൂട്ടാകാം. അതാ ശ്രീ എനിക്കും തോന്നുന്നേ. ഇത് പറഞ്ഞ് ശ്രീയും അപ്പവും മിന്നുവിനും വലിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. വീട്ടിലെത്തിയതും സമയം വൈകിയിരുന്നു. അവർ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തിറങ്ങി നാട്ടിലേക്ക് യാത്ര തിരിച്ചു. മിന്നു, സമയം എത്രയായെന്നറിയോ? എണീക്കുന്നില്ലേ? ദേ ശ്രീ കുറേ നേരമായി എന്നെ വിളിക്കുന്നു. നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ്. ഡാ, വാതിൽ തുറക്ക്. അമ്മയുടെ രാവിലെയുള്ള വാതിലിലെ മുട്ടയായിട്ടാണ് മിന്നു കണ്ണു തുറന്നത്. ഓ, ഒന്നും ഉറങ്ങാൻ സമ്മതിക്കൂല. വെളുപ്പിന് 5 മണിക്കാണ് വീട്ടിലെത്തിയേ. പിന്നെ ഡ്രസ്സ് മാറി ഒറ്റ കിടപ്പായിരുന്നു. സമയം എത്രയായി? ഞാൻ അലാറം വെച്ചിട്ടാണല്ലോ കിടന്നത്. മിന്നു മുഖത്ത് നിന്ന പുതപ്പ് മാറ്റാതെ കൈ പുറത്തേക്കിട്ട് ഫോൺ എടുത്ത് നോക്കി. ദൈവമേ, 9 മണിയോ? ഇതെന്താ അലാറം അടിക്കാങ്ങേ? ഞാൻ 8 മണിക്ക് വെച്ചതാണല്ലോ. ദൈവമേ, ശ്രീയുടെ 8-9 കോളം ഉണ്ടല്ലോ. 9:30. അപ്പോൾ അടുത്ത് ചെല്ലാന്ന് പറഞ്ഞതാ. ഇന്ന് എന്നെ കൊല്ലും. മിന്നു ബെഡിൽ എണീറ്റിരുന്നു. മിന്നു, നീ എണീക്കുന്നുണ്ടോ? അതോ ഞാൻ? ഈ അമ്മ. ഞാൻ എണീറ്റമ്മേ. മേരിയമ്മ പോയി ചായ എടുത്ത് വയ്ക്ക്, ഞാൻ വരുവാ. എന്താടി? അമ്മ, മനുവേട്ട വന്നോ? ഓ, അവനൊരു 6 മണിയായപ്പോൾ വന്നു. റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ വന്നില്ലേ? മിന്നു വാതിൽ തുറന്ന് ഹാളിൽ ഇരിക്കുന്നവരെ ശ്രദ്ധിക്കാതെ മനുവിൻ്റെ റൂമിലേക്ക് ഓടി. പാവം, പണി വരുമെന്ന് അറിയാത്തത് കൊണ്ട് മനു വാതിലടച്ചിട്ടില്ലായിരുന്നു. അമ്മേ! മനുവിൻ്റെ അലർച്ചയാണ് റൂമിൽ നിന്ന് കേട്ടത്. ഓ, വന്നില്ല. അതിനു മുമ്പ് തുടങ്ങി 2 എന്നെക്കൊണ്ട് അങ്ങോട്ട് വരുത്തിക്കരുത്, കിട്ടും 2. മേരിയമ്മ അടുക്കളയിൽ നിന്നും താക്കീത് നൽകി. എടാ മിന്നുവേ, മേത്തൊന്ന് എണീക്കിടാ. അല്ലേ തല്ലുന്നത് എന്തിനാന്ന് കൂടി പറയടാ. ഓ, ഒന്നും അറിയില്ലല്ലേ? എന്നെ എന്നും വിളിക്കുമല്ലോ വിശേഷം അറിയാൻ. എന്നിട്ടെന്താ ആ കണ്ണേട്ടൻ അവിടെ വർക്ക് ചെയ്യുന്ന കാര്യം പറയാതിരുന്നേ? അങ്ങേരെന്നെ എന്തോരം പറ്റിച്ചെന്ന് അറിയുമോ? അതാണോ? അത് ഞാൻ നിന്നെ ഒന്ന് നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞേ ഉള്ളൂ. അതിനിപ്പോൾ എന്താ ഉണ്ടായേ? കുന്തം,
ഞാൻ ഒന്നും പറയുന്നില്ല. ഇതെന്ത് കോലമാണ് മനുവേട്ടാ? ഈ മുടിയൊക്കെ ഒന്ന് വൃത്തിക്ക് വെട്ടിക്കൂടെ? ഒന്ന് പോയാ മോളെ, എൻ്റെ അഞ്ജുവിന് ഇത് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ വെട്ടൂല. ഓ, ഒരു അഞ്ജുവും നിങ്ങളും. മിന്നു ഒരു തലേനെടുത്ത് അടിക്കാൻ തുടങ്ങി. ഒന്ന് നിർത്തടാ, കുഞ്ഞി പിള്ളേരെ പോലെ. ഇത്രയും പ്രായമായില്ലേ രണ്ടിനും. തുടരും. തുടർന്നുള്ള കഥ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുക്കൂ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.